നമ്മൾ ലാസ്റ്റ് വീക്ക് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ 1ന്റെ ഭാഗമായിട്ട് നമ്മൾ സേഹാലോട് സെഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഗെയിംസ് കളിച്ചു. നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ കണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെക്കൻഡ് സെഷനായിട്ട് നിങ്ങൾക്ക് ഇഗ്നോനെ കുറിച്ച് അറിയാനായിട്ട് വോക്ക് വിത്ത് ഇഗ്നോ എന്ന് പറയുന്നിട്ട് ഇഗ്നോനെ കുറിച്ചും ഇഗ്നോയുടെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ അതിന്റെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻസ് ഒരു സെക്കൻഡ് സെഷൻ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഓറിയന്റേഷൻ സെഷൻ 3ലാണ്, ലേൺ വിത്ത് ലേൺ വൈസ്. ഈ സെഷൻ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സിലബസ് ഡീകോഡിംഗ് എന്നാണ് ഈ സെഷന്റെ മറ്റൊരു പേര്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും നിങ്ങളുടെ സിലബസ് എന്താണെന്ന് നോക്കിക്കൊണ്ട് ആ സിലബസിനെ കുറിച്ച് ബ്രീഫ് ഔട്ട് ചെയ്ത് തരിക. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. അതായത് സിലബസ് എന്താണെന്ന് പറയുക. നമ്മൾ ഈ സെഷനിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് 3 വർഷത്തെയാണ് ബികോം എന്ന് പറയുന്ന പ്രോഗ്രാം. നമ്മളിവിടെ ഫസ്റ്റ് ഇയർ സബ്ജക്ട്, കാരണം ഓരോ വർഷവും നിങ്ങൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓരോ വർഷത്തേക്കും സിലബസ് ഡീകോഡിംഗ് സെഷൻസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോ ചെയ്യുന്നത് ഈ സെഷനിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് ഇയർ സബ്ജക്ട്സുകളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൂടാതെ പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ്, അതായത് അസൈൻമെന്റ്സിനെ കുറിച്ചിട്ട് എത്രയാണ് പാസ് പെർസെന്റേജ് വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പോ എല്ലാവരും ഓറിയന്റേഷൻ സെഷൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്നും അതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ കൈപ്പറ്റുന്നുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷനിലും നിങ്ങളുടെ ലാസ്റ്റ് സെഷൻസിലൊക്കെ ഉണ്ടായിരുന്ന പോലെ സഹകരണം വേണം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ നമ്മൾ സെഷൻ പോകുമ്പോൾ നമ്മൾ ഈ സെഷനിൽ അവസാനമായിട്ടാണ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. അതുവരെ നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം, കാരണം നമുക്ക് ഡിസ്റ്റർബൻസസ് വരും ലൈൻസിൽ. അപ്പൊ അത് കാരണം കൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ സമയപരിമിതിക്കുള്ളിലുള്ള ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു സ്ലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ഡൗട്ട്സുകളും കാര്യങ്ങളും ചോദിക്കാം. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മുടെ ലാസ്റ്റ് സെഷനിലെ പോലെ തന്നെ സ്നേഹ മാമിന്റെ, എന്നെ ഓൾറെഡി അറിയുമെന്ന് വിചാരിക്കുന്നു, എൻ്റെ പേര് രാഖി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ്. അതുകൂടാതെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ സ്നേഹ മാം ഉണ്ട്, വാണി മാം ഉണ്ട്, കൊമേഴ്സിലെ തന്നെ ദുർഗ മാം ഉണ്ട്, കീർത്തന മാം ഉണ്ട്. അപ്പൊ ഞാൻ അധികം സമയം വഹിക്കുന്നില്ല. നമ്മുടെ സിലബസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ സ്നേഹ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നമുക്ക് ഇന്ന് രാജ്മാൻ പറഞ്ഞു ഓൾറെഡി എന്താണ് നമുക്ക് ഇത്രയും ദിവസം ഒരു ഇൻഫോർമൽ രീതിയിൽ നമുക്കൊരു ജസ്റ്റ് ഒരു സെഷൻസ് ഒക്കെ നമ്മൾ ഗോത്രൂ ചെയ്തു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു, കാര്യങ്ങൾ എല്ലാം ഒന്ന് ഒരു ഏകദേശ ധാരണയായി. പിന്നെ ഇഗ്നോയുടെ അഡ്മിഷൻസ്, ഇഗ്നോയുടെ ബാക്കി പ്രൊസീജിയേഴ്സ് കാര്യങ്ങളോടും ഒക്കെ നമ്മൾ കുറെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇച്ചിരൂടെ നമ്മൾ ആഴത്തിലകത്തോട്ട് പോവുക, നമ്മളുടെ കോഴ്സിലോട്ട് പോവുക. അതായത് നമ്മുടെ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ 3 വർഷത്തെ കോഴ്സാണെന്ന് പറഞ്ഞു. ഇനി ഈ 3 വർഷത്തെ കോഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്, എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, എത്ര നാളുണ്ട്, ഏതൊക്കെ കോഴ്സസ് ആണ്, അതായത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എന്നതിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് ഡീകോഡിംഗ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇയേഴ്സിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സെഷൻസിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും നമ്മൾ ഈ സെഷൻ പോകുന്നത്. രാഗിമാം പറഞ്ഞല്ലോ, നമുക്ക് ഓൾറെഡി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മളൊരു സെഷൻ ഉണ്ട്, അന്നേരം ക്ലിയർ ചെയ്യാം. അതുവരെയുള്ള കാര്യങ്ങൾ ഏതായാലും കൃത്യമായി ക്ലിയർ ആയി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാൻ നോക്കുക കേട്ടോ. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മുടെ സെഷനിലോട്ട് കിടക്കാം. നമുക്ക് മെയിൻ ആയിട്ട് എന്താണ് നമ്മളുടെ സിലബസ് ഡീകോഡിങ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിലബസ് മെയിൻ ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മളുടെ ഈ ഒരു സെഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എടുത്തിരിക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ബികോം ആണ്. അതിലെ ബികോം ജനറൽ എന്നാണ് നമ്മളുടെ ഈ ഒരു കോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മളുടെ ഈ ഡിഗ്രിയെ പറയുന്നത്. അതായത് ബികോം ജനറൽ. അതിനാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ID കാർഡ്സിലാണെങ്കിലും എന്തിലും നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ BCOMG എന്ന് പറയുന്ന ഒരു കോഡായിരിക്കും. എപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന ഒരു ഡൗട്ട് ആണ്, എന്താണ് ഈ G എന്ന് പറയുന്നത്. G എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ, ബികോം ജനറൽ ആണ്, അതുകൊണ്ടാണ് BCOMG എന്ന് പറയുന്നത്. ഇനി
നമുക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ സെഷൻസ് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മളുടെ ബികോം ജനറൽ ആണെന്ന് പറഞ്ഞു. ആ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് കോമ്പോസിഷൻ ഓഫ് കോഴ്സസ്, നമ്മളുടെ കോഴ്സസിന്റെ കോമ്പോസിഷൻ എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പിന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, കോഴ്സസ് ഇയർ ബൈ ഇയർ ആയിട്ട് അല്ലെങ്കിൽ സെമസ്റ്റർ ബൈ സെമസ്റ്റർ ആയിട്ട് എങ്ങനെ ഈ കോഴ്സസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സബ്ജക്ട്സിന് എപ്പോഴും നമ്മൾ പറയുന്നത് കോഴ്സസ് എന്ന വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ കോഴ്സസ് അല്ലെങ്കിൽ സബ്ജക്ട്സ് എങ്ങനെയാണ് ഇയർ ബൈ ഇയർ അല്ലെങ്കിൽ സെമസ്റ്റർ ബൈ സെമസ്റ്റർ എങ്ങനെയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ പറയുന്നത് ഡീപ് ഡൈവ് ഇൻ ടു സിലബസ്, അതായത് ആ സിലബസിലോട്ട് നമ്മളൊന്ന് ആഴത്തിൽ എന്തൊക്കെയാണ് ഈ ഒരു സിലബസിൽ, അതായത് ഫസ്റ്റ് സെമ്മിൽ എത്രത്തോളം വരുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ മൊത്തത്തോളം എത്ര സിലബസിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് സെഷനും പിന്നെ പ്രോഗ്രാം കംപ്ലീഷൻ അല്ലെങ്കിൽ റിക്വയർമെന്റ്, അല്ലെങ്കിൽ നമുക്ക് എന്താ ലാസ്റ്റ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് എന്തെല്ലാം വേണം, അതായത് നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയാം, അസൈൻമെന്റ്സ്, തിയറി എക്സാംസ് അങ്ങനെയൊക്കെ. അപ്പൊ അതിന്റെ കൂടുതലായിട്ടുള്ള ഡിസ്കഷൻസ്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ ഓരോ ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് മൊത്തത്തിൽ ബികോം എന്ന് പറയുന്ന ഒരു കോഴ്സ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം ഇവാലുവേഷൻസ് ആണ് എടുക്കുന്നത്, ആ ഒരു കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു സെഷനിൽ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് നോക്കാം കോമ്പോസിഷൻ ഓഫ് കോഴ്സസ്. നമ്മുടെ ഈ കോഴ്സിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ സബ്ജക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് അലോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. നമ്മളുടെ ഈ ബികോം എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അതായത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കോഡിന്റെ കാര്യം എന്താണ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, അതായത് ഇഗ്നോയുടെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ആണ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ് ഏത്, നമ്മളുടെ ഈ ബികോമിന് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ഇൻ ജനറൽ എന്ന് പറയുന്നതിന് ഉള്ളത്. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം എന്താണ്, കോഴ്സ് എന്താണ്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബികോം ജനറൽ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് പല ഫോമിലും, അതായത് നമ്മളുടെ അസൈൻമെന്റ് ഫില്ല് ചെയ്യുന്ന അസൈൻമെന്റിന്റെ ഫ്രണ്ട് ഷീറ്റുകൾ ഫില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എക്സാംസിനൊക്കെ ഓരോന്ന് ഫോമുകൾ ഫില്ല് ചെയ്യുമ്പോൾ എന്തിനും അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് വരുന്നതാണ് പ്രോഗ്രാം, കോഴ്സ്. ഈ രണ്ട് ടേമുകൾ എപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും കാണും. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ്, അതായത് നമ്മുടെ ആ ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു എന്താണ് പ്രോഗ്രാം, അതാണ് പ്രോഗ്രാം എന്ന് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബികോം ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ബികോമിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കോഴ്സ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് സബ്ജക്ട്സ്, അതായത് ഇന്ന കോഴ്സ് അല്ലെങ്കിൽ BCOC 131 അല്ലെങ്കിൽ 132 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കോഴ്സസിന്റെ പേരും കോഡും വെച്ചിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ നമ്മൾ എന്താ ഡിറ്റർമൈൻ ചെയ്യും അല്ലെങ്കിൽ നെയിം ചെയ്ത് പറയാറുണ്ട്. രണ്ട് കാര്യങ്ങൾ ടേം മനസ്സിലായല്ലോ. പ്രോഗ്രാം എന്ന് പറയുന്നത് ബികോം, കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട്സ്. ദെൻ വരുന്നത് നമ്മുടെ ഓരോ കോഴ്സസിനെയും അതായത് ഓരോ സബ്ജക്ട്സിനെയും നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ബ്ലോക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മളൊക്കെ കാണും ഓരോ മൊഡ്യൂള് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കുമല്ലോ. അതുപോലെ ഒരു 4 തൊട്ട് 4 ബ്ലോക്കെങ്കിലും മിനിമം ഒരു സബ്ജക്റ്റിനകത്ത് കാണും. ഒരു ബ്ലോക്കുകളായിട്ട് തിരിക്കുന്നു. ആ ബ്ലോക്കുകളെ വീണ്ടും പല യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അതായത് ബ്ലോക്കുകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണെങ്കിൽ അതിന്റെ സബ് പോയിന്റ്സ്, അതായത് സബ് ഹെഡിങ്സിനെ നമ്മൾ ഒരു യൂണിറ്റുകൾ എന്ന രീതിയിൽ ഒരു ബ്ലോക്കിൽ കുറഞ്ഞ ഒരു 3 ആണ് മിനിമം വരുന്നത്. 3 to 6 ബ്ലോക്സ് യൂണിറ്റ്സ് ഒക്കെ വരുന്ന ബ്ലോക്കുകളായിരിക്കും മിക്കതും നമുക്കുള്ളത്. മിനിമം ഒരു 3 യൂണിറ്റ്സ് എങ്കിലും ഒരു ബ്ലോക്കിനകത്ത് വരുന്ന രീതിയിലാണ് നമ്മുടെ ഈ കോഴ്സസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രോഗ്രാം ബികോം, അതിനുള്ളിൽ വരുന്ന സബ്ജക്റ്റിനെ നമ്മൾ കോഴ്സ് എന്ന് പറയുന്നു. ആ കോഴ്സിനെ, അതായത് ഒരു സബ്ജക്റ്റിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ബ്ലോക്കിലും എന്തെന്ന് പറയുന്നു, യൂണിറ്റ്സ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ദെൻ നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പലയിടത്തും കാണും ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ആ ക്രെഡിറ്റ് എന്ന് പറയുന്നത്, ഒരു ക്രെഡിറ്റ് എന്ന് മീൻ ചെയ്യുന്നത് 30 hours ആണ്. 30 hours എന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിനും ഇത്ര ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളോട് എപ്പോഴും പറയാറുണ്ട്. അതായത് 4 credits ഉള്ള സബ്ജക്റ്റ് കാണും, 5 credit ഉള്ള സബ്ജക്റ്റ് കാണും, 6 credit ഉള്ളത് കാണും. വേറൊന്നും അല്ല മീൻ ചെയ്യുന്നത്, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എത്ര മണിക്കൂർ അതിന് സ്പെൻഡ് ചെയ്യണം, അതായത് സബ്ജക്റ്റിന്റെ കണ്ടന്റ് എത്രത്തോളം ഉണ്ട്, എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്താലാണ് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് മീൻ ചെയ്യുന്നത്. അതായത് നമുക്ക് 4 ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് എങ്കിൽ 4 into 30 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആണോ കിട്ടുന്നത് അത്രയും അവേഴ്സ് ആയിരിക്കും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് അറിയാം എന്താ, ഡിഗ്രി ആണ്. ഡിഗ്രി ആയതുകൊണ്ട് തന്നെ എന്താണ്,
3 ഇയർ കോഴ്സ് ആയിരിക്കും വരുന്നത്. 3 ഇയർ കോഴ്സ് ആണെങ്കിലും എന്താണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതായത് 6 ഇയേഴ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, അതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് 3 ഇയർ ഡ്യൂറേഷൻ ആണ് പറയുന്നത്, പക്ഷെ നമുക്ക് ഇത് മാക്സിമം എഴുതിയെടുക്കാനുള്ള ഒരു ടൈം ലിമിറ്റ് അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 6 ഇയേഴ്സ് ആണ് ഇഗ്നോ തരുന്നത്. അതായത് നമ്മൾ എന്ന് രജിസ്റ്റർ ചെയ്ത അന്ന് തൊട്ട് 6 ഇയേഴ്സ് എന്ന രീതിയിലാണ് നമുക്ക് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ്, അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് ബികോം അല്ലെങ്കിൽ ഇഗ്നോയുടെ ഒരു ബികോം എന്ന രീതിയിൽ നമ്മൾ എന്താ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ദെൻ ഞാൻ പറഞ്ഞു എന്താ നമുക്ക് കോഴ്സസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ കോഴ്സസിൽ അതായത് ബികോം ജനറൽ എന്നൊരു പ്രോഗ്രാം നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് 24 കോഴ്സസ് ആണ് നിലവിൽ ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കോഴ്സസ് അല്ലെ സബ്ജക്ട്സ് എന്ന് പറയുന്നത് 24 കോഴ്സസ് അല്ലെങ്കിൽ 24 സബ്ജക്ട്സ് ആണ് നമുക്കുള്ളത്. ടോട്ടൽ ഇത് ഇത്രയും നമ്മൾ പഠിച്ചെടുക്കാൻ 132 ക്രെഡിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 132 ക്രെഡിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. 130 into 30 ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ആണ്. 132 into 30 hours നോക്കിയാൽ എത്ര ആണോ കിട്ടുന്നത് അത്രയും മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബികോം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ബികോം എന്ന് പറയുന്ന നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയുമാണ് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഉള്ള സബ്ജക്റ്റിനെ തന്നെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 24 കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിലെ 12 എണ്ണം മെയിൻ ആയിട്ടുള്ള കോഴ്സസ് ആണ്, അതിനെ കോർ കോഴ്സസ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോർ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. 12 കോർ സബ്ജക്ട്സ് ഉണ്ട്. അതിന് ടോട്ടൽ നമ്മൾ 72 ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ 72 into 30 hours ആയിരിക്കും നമ്മൾ അതിനു വേണ്ടി അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. ദെൻ വരുന്നത് 4 ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് ഉണ്ട്. 4 ഡിസിപ്ലിൻ ഇതിനായിട്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സിനായിട്ട് 24 ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ 24 into 30 hours നമ്മൾ സ്പെൻഡ് ചെയ്യണം. ദെൻ വരുന്നത് 2 ജനറിക് എലക്ടീവ്സ് ഉണ്ട്. ജനറിക് എലക്ടീവ്സും അതേപോലെ തന്നെ 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ഉണ്ട്. അതിനും 8 hours 8 ക്രെഡിറ്റ്സ് ആണ്. 8 ക്രെഡിറ്റ്സ് വരുമ്പോൾ 8 into 30 hours നമ്മൾ സ്പെൻഡ് ചെയ്യണം. ലാസ്റ്റ് നമുക്ക് എന്താണ് 4 സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്. ഇത് ഇത്രയുമാണ് നമുക്ക് എന്താണ് ഓരോന്നിനും ഉള്ള സെപ്പറേറ്റ് ക്രെഡിറ്റ്സും അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. കണ്ടല്ലോ, നമുക്ക് ഇത് ഇത്രയും ആണ് നമുക്ക് എന്താ ടോട്ടൽ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സബ്ജക്റ്റിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് 24 കോഴ്സസ് ഉണ്ട്. 24 കോഴ്സസിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിൽ 12 എണ്ണം കോർ കോഴ്സസും 4 എണ്ണം ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സും പിന്നെ നമുക്ക് വരുന്ന 2 ജനറിക് എലക്ടീവ്സും 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസും 4 സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസും ആണ് നമുക്ക് ഉള്ളത്. പിന്നെ ഈ താഴെ കണ്ടോ CCs DSC എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. CC എന്ന് പറയുന്നത് കോർ കോഴ്സിന്റെ ഷോർട്ട് ഫോം ആണ്. DSC എന്ന് പറയുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും എന്താ കൊമേഴ്സിനെ നമുക്ക് എന്താ കൊമേഴ്സ് പേപ്പേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സിന്റെ സബ്ജക്റ്റിനെ ആഴത്തിൽ അറിയാൻ നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് മെയിൻ സബ്ജക്ട്സുകൾ ഈ ഒരു കോർ കോഴ്സസും ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സും ആയിരിക്കും ഉള്ളത്. ദെൻ ഇതിപ്പോ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഇനി 12 കോർ കോഴ്സസ് എന്ന് പറഞ്ഞു. ഇനി 12 കോർ കോഴ്സസിന്റെ പ്രത്യേകത പറയാം. ഹെൽപ്സ് സെറ്റ് എ ഗുഡ് ഫൗണ്ടേഷണൽ നോളജ് ഓഫ് ദ ഡിസിപ്ലിൻ ഓഫ് കൊമേഴ്സ്. ഞാൻ പറഞ്ഞില്ല മെയിൻ സബ്ജക്ട്സ് ആണ്. കൊമേഴ്സ് എന്ന ടേമിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കുറച്ച് സബ്ജക്ട്സ് ആയിരിക്കും ഈ 12 കോർ കോഴ്സസ് എന്ന് പറയുന്നത്. ഈ 12 കോഴ്സസ് നമ്മൾ പഠിക്കേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 2 ഇയേഴ്സിലായിരിക്കും. ഫസ്റ്റ് 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 4 സെമിസ്റ്റർ, ഫസ്റ്റ് സെമിസ്റ്റർ ഉണ്ട്, സെക്കൻഡ് സെമിസ്റ്റർ ഉണ്ട്, തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്. ആദ്യത്തെ 4 സെമിസ്റ്ററിലായിട്ടായിരിക്കും ഈ ഒരു 12 കോർ കോഴ്സസ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളുടെ ഈ കോർ കോഴ്സുകൾ എല്ലാം തന്നെ തിയറി കമ്പോണന്റ് ആണ്. തിയറി പേപ്പേഴ്സ് ആയിരിക്കും ഈ കോർ കോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ കോർ കോഴ്സസിനും പറഞ്ഞല്ലോ 6 ക്രെഡിറ്റ്സ് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 6 into 30 hours വേണം ഒരു കോർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ ടോട്ടൽ ഈ 12 കോർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? 6 into 12 ക്രെഡിറ്റ്സ് വേണം ടോട്ടൽ കോർ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് നമ്മള് 4 ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഈ കോർ കോഴ്സസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നോളജിനെ എന്താണ് നമുക്കൊന്നും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി, അതായത് സ്പെസിഫിക് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഏരിയാസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവങ്ങൾ മിങ്കിൾ ചെയ്ത് അപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള നോളജ് തരുന്ന സബ്ജക്ട്സ് ആയിരിക്കും ഈ 4 ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്ന് പറയുന്നത്.
ഇത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഇയറിലായിരിക്കും വരുന്നത്. തേർഡ് ഇയറിൽ കണ്ടോ, നമുക്ക് 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 എണ്ണം വരുന്നത് സെമസ്റ്റർ 5ലും 2 സബ്ജക്ട്സ് വരുന്നത് നമ്മുടെ സെമസ്റ്റർ 6ൽ വരും. അതായത് ലാസ്റ്റ് ഇയറിലായിരിക്കും ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് വരുന്നത് 5ലും 6ലും. ദെൻ ഇവിടെയും എന്താണ്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എടുക്കാൻ വേണ്ടി 6 ക്രെഡിറ്റ്സ് ആണ് ഓരോ സബ്ജക്റ്റിനും വേണ്ടി അല്ലെങ്കിൽ ഓരോ കോഴ്സസിനും വേണ്ടത്. അതിന് 4 കോഴ്സസ് ഉള്ളതുകൊണ്ട് 6x4 വെച്ച് 24 ക്രെഡിറ്റ്സ് ആണ് ഓവറോൾ ഈ ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എടുക്കാൻ നമുക്ക് വേണ്ടി വരിക. ദെൻ പറഞ്ഞത് 2 ജനറിക് എലക്ടീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ജനറിക് എലക്ടീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ഇന്റർ ഡിസിപ്ലിനറി എലക്ടീവ്സ്. അതായത് നമ്മുടെ ഈ കൊമേഴ്സ് ടേമുകൾ നമ്മൾ ആദ്യം 2 എണ്ണം പഠിച്ചു, കോർ കോഴ്സിലും അല്ലാതെ ഡിസിപ്ലിൻ എലക്ടീവിലും പഠിച്ചു. ഇനി ഇതിനെ ഒരു സോഷ്യൽ സയൻസുമായിട്ട് എന്താ ഇന്റർഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതുമായിട്ട് മിങ്കിൾ ചെയ്ത് നമുക്ക് കമ്പൈൻ ചെയ്താക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്താ ബാക്കിയുള്ളതുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്ട്സ് ആയിരിക്കും ഈ ഒരു ജനറിക് എലക്ടീവ്സിൽ വരുന്നത്. അതായത് കൊമേഴ്സിന്റെ മാത്രം പേപ്പർ അല്ല, കൊമേഴ്സും സോഷ്യൽ സയൻസുമായിട്ട് എന്താണ്, അതായത് നമുക്ക് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതിനെ ഒന്ന് മിങ്കിൾ ചെയ്ത് വരുന്ന 2 സബ്ജക്ട്സ് ആയിരിക്കും അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഇതും വരുന്നത് തേർഡ് ഇയറിലായിരിക്കും വരുന്നത്. സെമസ്റ്റർ 5ലും 6ലും ആയിരിക്കും വരുന്നത്. 6 ക്രെഡിറ്റ്സ് വെച്ചാണ്. 6 ക്രെഡിറ്റ്സ് വരുമ്പോൾ 6 × 2 12 ക്രെഡിറ്റ്സ് വരും ജനറിക് പേപ്പേഴ്സ് എടുക്കാൻ. ദെൻ വരുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ആണ്. അതും 2 എണ്ണമേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താ, നമുക്ക് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ വൊക്കേഷണൽ എൻഹാൻസ്മെന്റിന് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എബിലിറ്റി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്ട്സ് ആയിരിക്കും ഈ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് എന്ന് പറയുന്നത്. അത് വരുന്നത് ഫസ്റ്റ് ഇയറിൽ മാത്രമായിരിക്കും വരുന്നത്. ഫസ്റ്റ് ഇയർ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അറിയാം സെമസ്റ്റർ 1ലും ഉണ്ട് സെമസ്റ്റർ 2ലും ഉണ്ട്. അതായത് നമ്മൾ ഈ വർഷം പഠിക്കേണ്ടി വരുന്ന സബ്ജക്ട്സ് ആണ്. ദെൻ അതിന് വരുന്നത് 4 ക്രെഡിറ്റ്സ് ആണ്. മറ്റേനൊക്കെ 6 ക്രെഡിറ്റ്സ് ആയിരുന്നെങ്കിൽ ഇതിന് 4 ക്രെഡിറ്റ്സേ ആവശ്യം വരുന്നുള്ളൂ. അത് നമ്മൾ 2 സബ്ജക്ട്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 4 × 2 8 ക്രെഡിറ്റ്സ് ഓവറോൾ ഈ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. ദെൻ ലാസ്റ്റ് പറഞ്ഞത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് പറഞ്ഞത്. അത് നമുക്ക് 4 എണ്ണം ഉണ്ട്. അത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമ്പിറ്റൻസ് അല്ലെങ്കിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് ഇംഗ്ലീഷ് സ്കിൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചില കോഴ്സസ് ആണ് അല്ലെങ്കിൽ സബ്ജക്ട്സ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലുമാണ് നമുക്ക് വരുന്നത്. അതില് 4 എണ്ണം ഉണ്ടല്ലോ. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും വരുമ്പോഴത്തേന് ഓരോ സെമസ്റ്ററിലും, അതായത് തേർഡ് സെം, ഫോർത്ത് സെം, ഫിഫ്ത്ത്, സിക്സ്ത് ഓരോ സെമ്മിലും ഓരോരോ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് വെച്ച് കാണും അല്ലെങ്കിൽ സബ്ജക്ട്സ് വെച്ച് കാണും. എല്ലാം എന്താണ് 4 ക്രെഡിറ്റ്സിന്റെ കോഴ്സസ് ആയിരിക്കും. 4 × 4 16 ക്രെഡിറ്റ്സ് ആയിരിക്കും ഓവറോൾ വേണ്ടി വരും. അതായത് 4 × 4 16 ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ 16 × 30 അവേഴ്സ് നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇത് ഇത്രയുമാണ് ഓവറോൾ നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഒരു ഓവറോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എത്ര കോഴ്സസ് അല്ലെങ്കിൽ എത്ര സബ്ജക്ട്സ് ഈ ഒരു ബികോമിൽ നമ്മൾ പഠിക്കേണ്ടി വരും. 24 സബ്ജക്ട്സ് പഠിക്കേണ്ടി വരും. മെയിൻ ആയിട്ട് അത് ഓർത്തിരിക്കുക, 24 സബ്ജക്ട്സ് നമ്മൾ പഠിക്കണം. ദെൻ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് കുറച്ച് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോഴ്സസ്. ഓരോ ഇയേഴ്സിലും, അതായത് 3 വർഷം കൊണ്ട് നമുക്ക് എന്താണ് 6 സെമസ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓരോ വർഷം 2 സെമസ്റ്റർ വെച്ച് 6 സെമസ്റ്റേഴ്സ് ഉണ്ട്. ഈ 6 സെമസ്റ്റേഴ്സിൽ ഇതിനെ എങ്ങനെയാണ് എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അലോട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. അതില് 3 ഇയർ ആണെന്ന് പറഞ്ഞു. 3 ഇയർ 1 8 കോഴ്സസ് 8 കോഴ്സസ് 44 ക്രെഡിറ്റ് വെച്ച്, ഇയർ 2 8 കോഴ്സസ് 44 ക്രെഡിറ്റ്സ് വെച്ച്, ഇയർ 3 എന്താണ് 8 കോഴ്സസ്. ഈ രീതിയിലാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇയർ വൈസ് നമുക്ക് നോക്കിയാൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായി കാണും. ഈ സെഷൻ കഴിയുമ്പോഴത്തേനും മനസ്സിലോർത്തോ, നമുക്ക് ടോട്ടൽ കോഴ്സസ് എന്ന് പറയുന്നത് 24 ആണ്. 132 ക്രെഡിറ്റ്സ് ആണ്. അതിനകത്ത് ഇയർ 1 നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഞാൻ പറഞ്ഞു 8 കോഴ്സസ് ആണ്. അതിൽ 44 ക്രെഡിറ്റ്സ്, അതായത് 44 × 30 അവേഴ്സ് വേണം ഈ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ മൊത്തത്തിൽ നമുക്ക്. അതിൽ സെമസ്റ്റർ 1 നമ്മൾ എടുക്കുന്നത് 4 കോഴ്സസ് ആയിരിക്കും. 4 സബ്ജക്ട്സേ നമുക്ക് പഠിക്കാനുള്ളൂ. 22 ക്രെഡിറ്റ്സ് ആണ് വേണ്ടി വരിക. ഇനി സെമസ്റ്റർ 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കോഴ്സസ് ആയിരിക്കും. അതിനും 22 ക്രെഡിറ്റ്സ് ആയിരിക്കും വരുന്നത്. സെമസ്റ്റർ 3 വരുമ്പോഴും അതേപോലെ തന്നെ 4 കോഴ്സസ് 22 ക്രെഡിറ്റ്സ്. സെമസ്റ്റർ 3, 4 സെയിം 4 കോഴ്സസ് 22 ക്രെഡിറ്റ്സ്. ദെൻ സെമസ്റ്റർ 5 വരുമ്പോഴും ഇത് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത് എല്ലാം നമുക്ക് എല്ലാ സെമസ്റ്ററിലും ഈക്വൽ ആയിട്ട് നമുക്ക് 4 കോഴ്സസും 22 ക്രെഡിറ്റ്സുമാണ് വേണ്ടി വരിക. സെമസ്റ്റർ 1 നോക്കാം. നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ പഠിക്കാൻ പോകുന്നത് സെമസ്റ്റർ 1 വരുന്നത് നമുക്ക് ഓൾറെഡി പറഞ്ഞെന്താണ്
കോർ കോഴ്സസും ഉണ്ട്, എന്താണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസും ഉണ്ട്. രണ്ട് സബ്ജക്ട്സുകളായിരിക്കും, രണ്ട് ടൈപ്പ് സബ്ജക്ട്സുകളാണ് നമ്മൾ ഈ സെമസ്റ്റർ 1 പഠിക്കാൻ പോകുന്നത്. കോർ കോഴ്സസും എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസും ആയിരിക്കും ഉള്ളത്. അതില് 3 കോർ കോഴ്സസ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളത്. ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ്. അപ്പൊ തന്നെ നമുക്കറിയാം കോർ കോഴ്സിന് 6 ക്രെഡിറ്റ്സ് ആയിരുന്നു. അപ്പം 6 into 3 18 ക്രെഡിറ്റ്സ്, അതായത് 18 into 30 അവേഴ്സ് വേണം കോർ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സേ ഉള്ളൂ, അതിന് 4 ക്രെഡിറ്റ് ആണ്. 4 into 30 അവേഴ്സ് വേണം ആ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഓവറോൾ ഒന്ന് ഓർത്തിരിക്കുക, എത്ര കോർ കോഴ്സ് ഉണ്ട്, എത്ര എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്. ദെൻ സെമസ്റ്റർ 2 വരുമ്പോൾ സെയിം തന്നെ ആയിട്ട് വരുന്നത് നമുക്ക് എന്താണ്, 3 കോർ കോഴ്സസും ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുമായിരുന്നു സെമസ്റ്റർ 2 വരുന്നത്. സെയിം രീതിയിൽ തന്നെയാണ് ക്രെഡിറ്റ് വരുന്നത്. 18 ക്രെഡിറ്റ്സ് നമുക്ക് കോർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും 4 ക്രെഡിറ്റ്സ് നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും. ദെൻ ഇയർ 2 വരുമ്പം എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് അല്ല, പകരം നമുക്ക് തേർഡ് സെമ്മിൽ വരുന്നത് 3 കോർ കോഴ്സുകളും ഉണ്ട്, ഒരു എന്താണ് സ്പെഷ്യൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും ഉണ്ട്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും ഉണ്ട് സെമസ്റ്റർ 3. അതില് നമുക്ക് പറഞ്ഞു 3 into 6 18 ക്രെഡിറ്റ്സ് ആയിരിക്കും കോർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ദെൻ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 1 into 4, അതായത് 4 into 30 അവേഴ്സ് നമുക്ക് വേണ്ടി വരും. ദെൻ സെമസ്റ്റർ 4 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നമ്മൾ സെമസ്റ്റർ 3 കണ്ടതുപോലെ തന്നെ 3 കോർ കോഴ്സസും ഉണ്ട്, ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും ഉണ്ട്. കോർ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യാനും 4 ക്രെഡിറ്റ്സ് നമുക്ക് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടി വരും. ദെൻ ഇയർ 3 തേർഡ് ഇയർ വരുമ്പോഴത്തേന് നമുക്ക് ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മളുടെ ആ കോർ കോഴ്സസ് ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. നമുക്ക് ഇനി തേർഡ് ഇയർ കോർ കോഴ്സ് ഒന്നും ഇല്ല. ഫസ്റ്റ് ഒരു ജനറൽ എൻഹാൻസ്മെന്റ് പേപ്പർ കാണും, ജനറൽ എലക്റ്റീവ് പേപ്പർ കാണും. ജനറൽ എലക്റ്റീവ് പേപ്പറിന് നമ്മൾ പറഞ്ഞത് 6 ക്രെഡിറ്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് 1 into 6 ക്രെഡിറ്റ്സ് ആയിരിക്കും ആ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ. ദെൻ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും ഒരെണ്ണം ഉണ്ട്, അത് 1 into 4 ക്രെഡിറ്റ് വേണം. ദെൻ വരുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്, അതായത് നമ്മളുടെ ഈ കോർ കോഴ്സിനെ അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന സബ്ജക്ട്സുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ സബ്ജക്ട്സ് 2 എണ്ണം ഉണ്ട്. അതായത് നമ്മൾ എന്താ പ്രോബ്ലം പേപ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത വല്ലതൊക്കെ ആയിരിക്കും അതിനകത്ത് വരിക. നമുക്ക് എന്താണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് നമ്മുടെ കോർ കോഴ്സിൽ നിന്ന് മനസ്സിലാക്കിയ സബ്ജക്ട്സ് അല്ലെങ്കിൽ നോളജ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളായിരിക്കും ഈ ഒരു സബ്ജക്ട്സിൽ വരുന്നത്. അത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്ന് പറയുന്നു. അത് 2 എണ്ണം കൊണ്ട് 6 into 2 12 ക്രെഡിറ്റ്സ് വേണ്ടി വരുന്നു. അങ്ങനെ 3 ടൈപ്പ് കോഴ്സസ് അല്ലെങ്കിൽ സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ സെമസ്റ്റർ 5 കാണുന്നത്. സെയിം രീതി തന്നെ ആയിരിക്കും സെമസ്റ്റർ 6 നമ്മൾ കാണുന്നത്. ഒരു ജനറൽ എലക്റ്റീവും കാണും, ഒരു എന്താ സ്പെസിഫിക് എലക്റ്റീവും പേപ്പറും ഉണ്ട്. പിന്നെ വരുന്നത് ഡിസിപ്ലിൻ പേപ്പേഴ്സ് 2 എണ്ണം ഉണ്ട്. ജനറൽ എലക്റ്റീവിന് 6 ക്രെഡിറ്റ്സ്, അതുപോലെ തന്നെ സ്കിൽ എലക്റ്റീവിന് നമുക്ക് എൻഹാൻസ്മെന്റിന് 4 ക്രെഡിറ്റ്സ്, 4 into 1 4 ക്രെഡിറ്റ്സ്. പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവിന് 2 into 6 12 ക്രെഡിറ്റ്സ് വേണ്ടി വരുന്നു. ഇത് ഇത്രയാണ് ജനറൽ ആയിട്ട് നമ്മുടെ സബ്ജക്ട്സിൽ അല്ലെങ്കിൽ കോഴ്സസിൽ. അതായത് നമ്മൾ ചുമ്മാ സബ്ജക്ട്സിന്റെ പേര് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ഓരോ ഇയറിലും ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, ഇപ്പൊ ലോ ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ നമ്മൾ പറയും. പക്ഷെ ഇത് എന്ത് ടൈപ്പ് കോഴ്സ് ആണ്, എന്ത് ടൈപ്പ് സബ്ജക്റ്റ് ആണ് നമ്മൾ അറിഞ്ഞിരുന്ന് വേണം പഠിക്കാൻ. അതായത് നമ്മുടെ കോർ സബ്ജക്റ്റ് ആണോ, മെയിൻ സബ്ജക്റ്റ് ആണോ, അതോ ഇതിന്റെ സബായിട്ടുള്ളതാണോ, എന്താന്ന് അറിഞ്ഞിരുന്ന് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോന്നും നോക്കാം. നമ്മളൊരു ഡീപ് ഡ്രൈവ് എടുക്കാൻ പോവാണ്. അതായത് ഇതിലേക്ക് സിലബസ് ഓവർവ്യൂ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ സിലബസ് ഒന്ന് നോക്കാം. ഫസ്റ്റില് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എത്ര കോർ കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. 12 കോർ കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ 12 കോർ കോഴ്സസ് ഏതൊക്കെയാണെന്ന്. കോർ കോഴ്സസ് നമുക്ക് മെയിൻ ആയിട്ട് സെമസ്റ്റർ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിലൊന്ന് നോക്കിക്കേ. സെമസ്റ്റർ 1 3 എണ്ണം വരുന്നെന്ന് പറഞ്ഞു. സെമസ്റ്റർ 1 ഫസ്റ്റ് ഇയറിലെ സെം 1 സെം 2 നോക്കാം. സെമസ്റ്റർ 1 കോർ കോഴ്സസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ്. ഈ 3 എണ്ണം ആയിരിക്കും നമ്മുടെ കോർ കോഴ്സസ്.
അതായത് സെം 1 കോർ കോഴ്സസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ്. സെമസ്റ്റർ 2 കോർ കോഴ്സസ് എന്ന് പറയുന്നത് ബിസിനസ് ലോ, ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇംഗ്ലീഷ് അറ്റ് ദ വർക്ക് പ്ലേസ്. ഇത് ഇത്രയുമാണ് നമ്മുടെ കോർ കോഴ്സസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെം 1 സെം 2 അതായത് ഈ ഒരു ഫസ്റ്റ് ഇയർ പഠിക്കുന്ന പേപ്പേഴ്സ് കോർ കോഴ്സസ്. ദെൻ സെക്കൻഡ് ഇയർ വരുന്ന സമയത്ത് സെമസ്റ്റർ 3 വരുമ്പം കമ്പനി ലോ ഉണ്ട്, ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്, ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ. ഈ 3 ആയിരിക്കും നമ്മൾ സെമസ്റ്റർ 3 വരുന്ന കോർ കോഴ്സസ് എന്ന് പറയുന്നത്. കമ്പനി ലോ, ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്, ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ. ദെൻ സെമസ്റ്റർ 4 വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് 3 കോർ കോഴ്സസും കൂടെ ഉണ്ട്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്. ഇത് ഇത്രയുമാണ് നമ്മുടെ കോർ കോഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു എന്താ കൊമേഴ്സുമായിട്ട് ബേസിക് നോളജ് അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സസ് ആയിരിക്കും ഈ കോർ കോഴ്സസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഈ കോർ കോഴ്സസ് 12 ഇവയാണ്. ഇനി ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്ന് പറഞ്ഞു, നമ്മൾ 4 ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് തേർഡ് ഇയറിലായിരിക്കും വരുന്നത്. സെമസ്റ്റർ 5 വരുന്നത് പ്രിൻസിപ്പിൾസ് മാർക്കറ്റിംഗും ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റും. ദെൻ സെമസ്റ്റർ 6 വരുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസും. ഇവയെല്ലാം തന്നെ എന്താണ് 6 ക്രെഡിറ്റ്സ് വരുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സ് എല്ലാം തന്നെ 6 ക്രെഡിറ്റ്സ് വരുന്ന, അതുകൊണ്ട് തന്നെ 6 into 30 hours ഈ ഓരോ സബ്ജക്ട്സും പഠിക്കാൻ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതാണ്. അതായത് അത്രത്തോളം കണ്ടന്റ് ഉള്ള മെയിൻ പേപ്പേഴ്സ് ആണ് ഇവയെല്ലാം. ദെൻ വരുന്നത് ജനറിക് എലക്ടീവ്സ് ആണ്. ജനറിക് എലക്ടീവ്സ് എന്ന് പറയുമ്പം 2 പേപ്പേഴ്സേ ഉള്ളെന്ന് പറഞ്ഞു, തേർഡ് ഇയറിലാണ് വരുന്നതെന്നും പറഞ്ഞു. ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സെമസ്റ്റർ 5 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ഉണ്ട്. സെമസ്റ്റർ 6 വരുന്ന സമയത്ത് ഇന്ത്യൻ എക്കണോമി ഉണ്ട്. ദെൻ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ പഠിക്കണമെന്ന് പറഞ്ഞു. അത് ഏതാന്ന് നോക്കാം. എൻവയോൺമെന്റൽ സ്റ്റഡീസ് സെമസ്റ്റർ 1 ദെൻ വരുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സെമസ്റ്റർ 2 വരുന്നു. ദെൻ നമുക്ക് ലാസ്റ്റ് ടൈപ്പ് അതായത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്, അതും നമുക്ക് 4 ഉണ്ടെന്നായിരുന്നു പറഞ്ഞേ. ഈ എബിലിറ്റി എൻഹാൻസ്മെന്റിനും സ്കിൽ എൻഹാൻസ്മെന്റിനും നമുക്ക് 4 ക്രെഡിറ്റ്സ് വെച്ച് മതിയെ. ഇച്ചിരി അത്ര കണ്ടന്റ് മെറ്റേന്റെ അത്ര ഇല്ല, നമുക്ക് അത്രയും അവേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ലാത്ത സബ്ജക്ട്സ് ആണ്. ഇച്ചിരി കൂടെ നമുക്ക് എന്താ ഈസിയർ ആയിട്ട് പെട്ടെന്ന് ഇച്ചിരി കൂടെ സിമ്പിൾ ടോപ്പിക്സ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാം കണ്ടന്റ് കുറവാണ് അതിനകത്ത് വരുന്നത്. നമുക്ക് അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽ എൻഹാൻസ്മെന്റ് 4 വരുന്നുണ്ട്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ സെമസ്റ്റർ 3 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് വരുന്നുണ്ട്. സെമസ്റ്റർ 4 വരുമ്പോൾ ഇ കൊമേഴ്സ് വരുന്നുണ്ട്. തേർഡ് ഇയർ വരുമ്പോൾ അതായത് സെമസ്റ്റർ 5 വരുമ്പോൾ ഈ എന്റർപ്രൈസ് ഓണ്ടർപ്രണർഷിപ്പ്. അടുത്തത് 6 വരുന്ന സമയത്ത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. ഒന്നുകൂടെ പറയാം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, ഇ കൊമേഴ്സ്, ഓണ്ടർപ്രണർഷിപ്പ്, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. ഇത് ഇത്രയുമാണ് നമ്മുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ടോട്ടൽ ബികോമിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ദെൻ ബികോം ജനറൽ നമ്മൾ പറഞ്ഞെന്താ ടോട്ടൽ 24 കോഴ്സസ് ആണ് ഉള്ളത്. ടോട്ടൽ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 132 ആണ്. ഇയർ 1 ഏതൊക്കെ സബ്ജക്ട്സ് എന്ന് പറഞ്ഞു. ഇയർ 1 എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് സെമസ്റ്റർ 1 വരുന്ന സബ്ജക്ട്സിന്റെ കുറെ പേരുകൾ നമ്മൾ പറഞ്ഞെന്താണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ബിസിനസ് ഓർഗനൈസേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കോർ കോഴ്സസ് ആയിട്ട്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്, എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നൊക്കെ രീതിയിൽ നമ്മൾ കുറച്ച് സബ്ജക്ട്സ് പറഞ്ഞു. നിങ്ങൾക്ക് ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു, ഇതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓരോ സെം വൈസ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കുക. ഫസ്റ്റ് ഇയർ വരുന്ന സമയത്ത് സെമസ്റ്റർ 1 പഠിക്കാൻ പോകുന്ന, അതായത് നിങ്ങൾ ഇപ്പൊ ആദ്യം പഠിക്കാൻ പോകുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്. നിങ്ങളുടെ സെമസ്റ്റർ 1 ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പേഴ്സ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ബിസിനസ് ഓർഗനൈസേഷൻ, ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഇതിലെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് അല്ലെങ്കിൽ സബ്ജക്ട് ആയിരിക്കും. ബാക്കി 3 കോർ കോഴ്സസ് ആണ്. ദെൻ സെമസ്റ്റർ 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ലോ, ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്, ഇവ അത്രയും കോർ കോഴ്സസും പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സായ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതുമുണ്ട്. ദെൻ ഇയർ 2 സെക്കൻഡ് ഇയർ വരുന്ന സമയത്ത് തേർഡ് സെമസ്റ്ററിൽ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്, കമ്പനി ലോ, ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ, ഈ 3 നമ്മുടെ കോർ കോഴ്സസും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് എന്ന് പറയുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുമാണ്.
ദെൻ ഫോർത്ത് സെമസ്റ്റർ വരുന്ന സമയത്ത്, അതായത് സെക്കൻഡ് ഇയറിന്റെ ഫോർത്ത് സെമസ്റ്റർ വരുമ്പം ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്നിവ കോർ കോഴ്സും ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഇയർ 3 തേർഡ് ഇയറിൽ വരുമ്പം സെമസ്റ്റർ 5 4 കോഴ്സ് ആണ്. അതിലെ പ്രിൻസിപ്പിൾ ഓഫ് മാർക്കറ്റിംഗും ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റും എന്താണ്, ഡിസിപ്ലിനറി സെലക്റ്റീവ് എന്നും സ്പെസിഫിക് എലക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോഴ്സ് പറഞ്ഞില്ലേ, അവ രണ്ടെണ്ണവും ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും പ്രിൻസിപ്പിൾ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ജനറൽ എലക്റ്റീവ് ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ സെമസ്റ്റർ 6 വരുന്ന സമയത്തും ഇതേ ഒരു ഓർഡറിലാണ് പോകുന്നത്. രണ്ട് ഡിസിപ്ലിനറി സെലക്റ്റീവ് ഉണ്ട്, അതായത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസും ഉണ്ട്. പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് പേപ്പറായ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ഉണ്ട്. ദെൻ ജനറൽ പേപ്പറായ എക്കണോമി ഉണ്ട്. ഇത് ഇത്രയുമാണ് സെം വൈസ് ആയിട്ടുള്ള നമ്മുടെ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ക്ലിയർ ആയല്ലോ. 4 സബ്ജക്ട്സ് വെച്ചായിരിക്കും നമുക്ക് ഓരോ സെമസ്റ്ററിലുള്ള. ദെൻ നമുക്ക് ഇനി ഇയർ വൈസ് ആയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതില് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇയറിന്റെ പേപ്പേഴ്സ് ആയിരിക്കും. അതായത് നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന പേപ്പേഴ്സ് അത് എന്തൊക്കെയാണ്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് പറയുന്നത്, എങ്ങനെയൊക്കെയാണ് അത് ഡിവൈഡ് ചെയ്തേക്കുന്നത്, അങ്ങനെ ഒരു ജനറൽ ഒരു ഐഡിയ ആയിരിക്കും ഇനി പറയാൻ പോകുന്നത്. ഓൾറെഡി 24 കോഴ്സസിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കാണാൻ പോകുന്നത് എത്രയാണ്, 8 കോഴ്സസ്. സെമസ്റ്റർ 1 ഉണ്ട്, സെമസ്റ്റർ 2 ഉണ്ട്. സെമസ്റ്റർ 1 4 കോഴ്സസ്, അതായത് 4 സബ്ജക്ട്സും സെമസ്റ്റർ 2 നമുക്ക് 4 സബ്ജക്ട്സും, അങ്ങനെ ടോട്ടൽ 44 ക്രെഡിറ്റ്സ് ആയിരിക്കും വരുന്നത്. അതിൽ സെമസ്റ്റർ 1 നോക്കാം, 4 കോഴ്സസും 22 ക്രെഡിറ്റ്സും ആണ് ഉള്ളത്. അതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, 3 കോർ കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും ഉണ്ട്. ഇനി ആ 3 കോർ കോഴ്സസ് ഏതൊക്കെയാണ്? അതില് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ്, ഈ 3 നമ്മുടെ കോർ കോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്നത്. ആ ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്നതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും BCOC 131 അല്ല 32 ആണ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റും, പിന്നെ BEGLA 135 ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫും. ഇങ്ങനെ ഈ കോഴ്സ് കോഡ് സഹിതം, ഞാൻ പറഞ്ഞല്ലോ ഒരു കോഡും ഉണ്ട് നെയിമും ഉണ്ടെന്ന്, നമ്മുടെ സബ്ജക്റ്റിന്റെ കോഡുകളായിരിക്കും എപ്പോഴും നമ്മൾ വരുമ്പോൾ ഈ കോഡ് സഹിതമായിരിക്കും നമ്മുടെ സബ്ജക്ട്സ് എവിടെയും കാണാൻ പറ്റുക. നമ്മൾ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കോഴ്സിന്റെ പേര് പോലും ഇല്ല, അതായത് സബ്ജക്റ്റിന്റെ പേരില്ല, നമ്മൾ ഈ കോഡുകൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ കോഡുകൾക്ക്. അതായത് നമ്മളൊന്ന് ഇഗ്നോയുടെ സൈറ്റിലൊക്കെ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ പോലും ഈ കോഡ് വെച്ചൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പം ഈ കോഡ് പേരും ഒരേപോലെ നമ്മൾ ഓർത്തിരിക്കുക. നമ്മൾ ഏതൊക്കെയാണ് കോർ കോഴ്സസ്, അല്ലെങ്കിൽ ഏതിന്റെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതിന്റെ കോഡിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അസൈൻമെന്റ്സ് എഴുതുന്ന സമയത്ത്, എക്സാമിന് ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുന്ന സമയത്ത്, ആ സമയത്തെല്ലാം നമ്മുടെ ഈ കോഡ് സഹിതമായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഈ കോഡും അതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. വെറുതെ പേര് മാത്രം, നമ്മൾ പണ്ടൊക്കെ പറയുന്ന പോലെ അക്കൗണ്ടിങ് പേപ്പർ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പേര് മാത്രമല്ല, ആ കോഡ് സഹിതം ഒന്ന് ഓർത്തിരിക്കാൻ നോക്കുക. അപ്പം നമുക്ക് കോർ കോഴ്സസ് എന്ന് പറയുന്നത് 3 ഏതൊക്കെയാന്ന് കണ്ടു. ഇനി അതിന്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതായത് BCOC 131 എന്നാണ് അതിന്റെ കോഡ് പറയുന്നത്. BCOC 131. ഈ ഒരു കോഴ്സിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നതെന്നൊരു ജനറൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ നോക്കാം. മെയിൻ ആയിട്ട് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതില് നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താ, ബുക്സ്, അക്കൗണ്ട്സ്, പ്രിപ്പയർഡ് ഇൻ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവം കണ്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ അക്കൗണ്ടിങ് ബുക്സ്, അക്കൗണ്ട്സ് ഏതൊക്കെയാണ്, അതൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ പ്രോസസ്സ് എന്താണ്, ഇതൊക്കെ നമ്മൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരിക്കും പഠിക്കുന്നത്. Then how to prepare and maintain these books and accounts. ഇനി ബുക്സും അക്കൗണ്ട്സും ഒക്കെ ഏതൊക്കെയാന്ന് പറഞ്ഞു, ഇനി എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട്. ദെൻ ഹയർ പർച്ചേസ് സിസ്റ്റം എന്താണ്, അതിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, അതായത് ഹയർ പർച്ചേസ് എന്ന് പറയുന്ന സിസ്റ്റം എന്താണ്, ഏതാണ്, അതിന്റെ ടേംസും കാര്യങ്ങളും തിയറട്ടിക്കൽ പാർട്ടും ഉണ്ട്, അതിന്റെ അക്കൗണ്ടിങ് പോർഷൻസും പറയുന്നുണ്ട്. പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട്സ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതെന്താണ്, അതിന്റെ തിയറിയും പ്രോബ്ലംസ്. പിന്നെ കൺസൈൻമെന്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ്, കൺസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാലും ജോയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാലും എന്താണ്, എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോർഷൻസ്. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടേം ഓൾറെഡി അറിയാം, ഡീറ്റെയിൽഡ് ആയിട്ടല്ല, അതിന്റെ ബേസിക്സ് കുറച്ചും ഇതിന്റെ ലാസ്റ്റിൽ വരുന്നുണ്ട്. ഇത് ഇത്രയും ആയിരിക്കും നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പേപ്പറിനകത്ത് കവർ ചെയ്യുന്നത്.
അതായത് നമ്മളുടെ കൊമേഴ്സ് സ്റ്റുഡന്റിന് ബേസിക് ആയിട്ട് വേണ്ടുന്ന കുറച്ച് അക്കൗണ്ടിങ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന പേപ്പർ ആയിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിന് 6 ക്രെഡിറ്റ് ആണ്, അതായത് കോർ പേപ്പർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എന്താണ് 6 ക്രെഡിറ്റ്സ് ആയിരിക്കും ഉള്ളത്. അതായത് 6 into 30 hours നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചെയ്ത് പഠിക്കേണ്ട കുറെ ആവശ്യകത ഇതിനുണ്ട്. കുറച്ച് ടൈം എടുക്കും. അതായത് നമുക്കൊന്ന് പ്രോബ്ലംസ് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് പഠിച്ചു തന്നെ നമുക്ക് പോകണം. ദെൻ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളുടെ ഓരോ സബ്ജക്റ്റിനെ എന്താണ് ബ്ലോക്ക് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് 6 ബ്ലോക്കുകളും 9 യൂണിറ്റുകളുമാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് 6 ബ്ലോക്സ് ആയിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. അതായത് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്, ബ്ലോക്ക് 2 അക്കൗണ്ടിംഗ് പ്രോസസ്സ്, ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സ്, ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഹയർ പർച്ചേസ്, 5 കൺസൈൻമെന്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ്, 6 എന്ന് പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഇങ്ങനെ 6 ബ്ലോക്കുകളായിട്ടായിരിക്കും നമ്മുടെ ഈ സബ്ജക്റ്റിനെ അലോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഓരോ ബ്ലോക്കുകളെ എന്താണ് സബ് ടോപ്പിക്സ് ആയിട്ട് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 1 നോക്കുക, യൂണിറ്റ് 4 യൂണിറ്റ് ആയിരിക്കും അതിനകത്ത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് പറയുന്നുണ്ട്, അക്കൗണ്ടിങ്ങിന്റെ നേച്ചറും സ്കോപ്പും പറയുന്നുണ്ട്. യൂണിറ്റ് 2 അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് ആൻഡ് റൂൾസ് പറയുന്നുണ്ട്. യൂണിറ്റ് 3 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, യൂണിറ്റ് 4 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതായത് ടോട്ടൽ ഓവറോൾ നമ്മുടെ ഒരു അക്കൗണ്ടിങ്ങിന്റെ തിയറി പോർഷൻസ് ആയിരിക്കും ഈ ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 2. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതില് നമുക്ക് എന്താണ് യൂണിറ്റ് 1 വരുന്നത് ജേർണൽ ആൻഡ് ലെഡ്ജർ, യൂണിറ്റ് 2 സബ്സിഡറി ബുക്സ്, ദെൻ യൂണിറ്റ് 3 എന്ന് പറയുന്ന ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറർസ്. ഇത് ഇത്രയും ആയിരിക്കും ബ്ലോക്ക് 2 വരുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 3 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 യൂണിറ്റ് ആണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഫസ്റ്റ് യൂണിറ്റില്, സെക്കൻഡ് യൂണിറ്റില് ഫൈനൽ അക്കൗണ്ട്സിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഫൈനൽ അക്കൗണ്ട്സിന്റെ ഫസ്റ്റ് പാർട്ടും ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ ഹയർ പർച്ചേസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന് 4 യൂണിറ്റ്സ്, എല്ലാ ബ്ലോക്കിനും മിനിമം 3 യൂണിറ്റ്സ് എങ്കിലും വരും. ഇതിന് 4 യൂണിറ്റ്സ് പറയുന്നുണ്ട്. ഹയർ പർച്ചേസ് 1, അതായത് ഹയർ പർച്ചേസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂണിറ്റ് 1 കവർ ചെയ്യുന്നു. ഇച്ചിരൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബ്ലംസും കാര്യങ്ങളും ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂണിറ്റ് 2 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയുന്നുണ്ട്. ദെൻ ഇൻലാൻഡ് ബ്രാഞ്ചസിന്റെ കാര്യം ആ ബ്ലോക്കിൽ തന്നെയാണ്. അതുകൊണ്ട് ബ്രാഞ്ചസിന്റെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം യൂണിറ്റ് 3 4 ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത്. അതായത് നമ്മുടെ ടോപ്പിക്സിനെ എന്ത് ചെയ്യുന്നു സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഓരോരോ യൂണിറ്റ്സ് ആയിട്ട് ചെയ്ത് പറയുന്നു കേട്ടോ. ദെൻ ബ്ലോക്ക് 5 നോക്കുമ്പോൾ കൺസൈൻമെന്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് ആണെന്ന് പറഞ്ഞു. അതിൽ 3 യൂണിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റ് 1 ഉം 2 ഉം കൺസൈൻമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ കൺസൈൻമെന്റ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും യൂണിറ്റ് 3 ജോയിന്റ് വെഞ്ചറിന്റെ ഡീറ്റെയിലും ആണ് പറയുന്നത്. ബ്ലോക്ക് 6 വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വരുമ്പം ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അതിന്റെ കമ്പനി ക്രിയേഷനും കാര്യങ്ങളും ഉള്ള ബേസിക്സ് യൂണിറ്റ് 1 മാസ്റ്റേഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് ടാലിയുടെ ബേസിക്സിലൊക്കെ നമ്മൾ പറയത്തില്ല, അതിന്റെ കുറച്ച് കാര്യങ്ങളായിരിക്കും വരുന്നത്. യൂണിറ്റ് 2 ക്രിയേറ്റിംഗ് മാസ്റ്റേഴ്സ്, യൂണിറ്റ് 3 വൗച്ചർ എൻട്രീസ്, ഇൻവോയ്സിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. യൂണിറ്റ് 4 വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് റിപ്പോർട്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെ, അതായത് ടാലിയുടെ ബേസിക്സ് കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ ആയിരിക്കും ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ അതായത് ബ്ലോക്ക് 6 കവർ ചെയ്യുന്നത്. ഇങ്ങനെ 6 ബ്ലോക്സ് ആയിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. 6 ബ്ലോക്സും 9 യൂണിറ്റ്സും. ദെൻ നെക്സ്റ്റ് വരുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, BCOC 132 എന്നാണ് അതിന്റെ കോഡ് വരുന്നത്. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ ഇന്റേണൽ ഫങ്ഷൻസ് ഓഫ് ആൻ എന്റർപ്രൈസ്. ഒരു എന്റർപ്രൈസിന് ഉള്ളിൽ വരുന്ന ഇന്റേണൽ ഫങ്ഷൻസും കാര്യങ്ങളും എന്താണ്, ഹൗ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് മാനേജ്, അതെങ്ങനെ ഓർഗനൈസ് ചെയ്യാം, മാനേജ് ചെയ്യാം, അങ്ങനെയുള്ള ബേസിക് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഒരു സ്വയം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ, ഇവയെല്ലാം തന്നെ ഏതിൽ വരുന്നുണ്ട്, ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റിൽ കവർ ചെയ്യുന്നുണ്ട്. അതില് നെക്സ്റ്റ് നോക്കാം. 6 ക്രെഡിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. കോർ കോഴ്സസിന് എല്ലാം തന്നെ 6 ക്രെഡിറ്റ്സ് ആയിരിക്കും. 6 into 30 hours വേണം. ഇതിനെ 5 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോക്കുക. ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ്, അതായത് ഇന്ത്യൻ ബിസിനസിന്റെ ഫൗണ്ടേഷനെ കുറിച്ച് ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ബിസിനസ് എന്റർപ്രൈസിനെ കുറിച്ചും, ബ്ലോക്ക് 3 മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോള്, ബ്ലോക്ക് 4
കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ബ്ലോക്ക് 5 ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ്. ഇത് ഇത്രയും ആയിരിക്കും മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് 4 യൂണിറ്റ്സ് ആയിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സബ് ടോപ്പിക്സ് ആയിട്ട്. ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് യൂണിറ്റ് 2, യൂണിറ്റ് 3 സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ്, യൂണിറ്റ് 4 എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ്. ഇത് കംപ്ലീറ്റ്ലി തിയറി പർപ്പസ് വരുന്നത്. അപ്പം ഇത് ഇത്രയും ആയിരിക്കും നമ്മുടെ ബ്ലോക്ക് 1 വരുന്നത്. ബ്ലോക്ക് 2 വരുന്നത് ബിസിനസ് എന്റർപ്രൈസിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആയിരിക്കും നമുക്ക് യൂണിറ്റ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് 5 പറയുന്നത്. അതായത് നമ്മൾ 4 യൂണിറ്റ്സ് ബ്ലോക്ക് 1 പറഞ്ഞല്ലോ. അപ്പം ബ്ലോക്ക് 2 5th യൂണിറ്റ് എന്ന രീതിയിലാണ് അവർ 5, 6, 7 നമ്പർ വരുന്നത്. മിക്ക സബ്ജക്ട്സിനും ഇങ്ങനെ ആയിരിക്കും, കണ്ടിന്യൂഷൻ നമ്പർ ആയിരിക്കും യൂണിറ്റ്സിന് വരുന്നത്. യൂണിറ്റ് 5 എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, യൂണിറ്റ് 6 എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു സെക്കൻഡ് പാർട്ട്, അതായത് മറ്റേന്റെ കണ്ടിന്യൂഷൻ. ദെൻ പബ്ലിക് എന്റർപ്രൈസിനെ കുറിച്ച് യൂണിറ്റ് 7 ദെൻ യൂണിറ്റ് 8 ഇന്റർനാഷണൽ ബിസിനസിനെയും അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും പറയുന്നത്. ബ്ലോക്ക് 3 വരുന്ന സമയത്ത് മറ്റേന്റെ കണ്ടിന്യൂഷൻ പോലെ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചായിരിക്കും 9th യൂണിറ്റിനകത്ത് പറയുന്നത്. 10th യൂണിറ്റിനകത്ത് ഓർഗനൈസിങ്, 11th യൂണിറ്റിനകത്ത് ഡിപ്പാർട്ട്മെന്റൈസേഷൻ അല്ലെങ്കിൽ ഫോംസ് ഓഫ് അതോറിറ്റി റിലേഷൻഷിപ്പ്, അങ്ങനെ ഉള്ള കുറച്ച് ടോപ്പിക്സ്. ദെൻ യൂണിറ്റ് 12 വരുന്ന ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. യൂണിറ്റ് 13 പറയുന്നത് കൺട്രോൾ. ഇത് ഇത്രയും ആയിരിക്കും. അതായത് നമുക്ക് 5 യൂണിറ്റ്സ് ഉണ്ട് ടോട്ടൽ ബ്ലോക്ക് 3 വരുന്നത്. ബ്ലോക്ക് 4 വരുമ്പോൾ വീണ്ടും നമുക്ക് 4 യൂണിറ്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റേ കണ്ടിന്യൂഷൻ നമ്പർ ആണ്. യൂണിറ്റ് 14 വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ. കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും എങ്ങനെയാണ്, എന്തെല്ലാം ചെയ്യണം എന്ന ബേസിക്സ് കാര്യങ്ങൾ. പിന്നെ മോട്ടിവേഷൻ യൂണിറ്റ് 15 പറയുന്നു. അടുത്ത യൂണിറ്റ് 16 ലീഡർഷിപ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. യൂണിറ്റ് 17 ടീം ബിൽഡിംഗ്, അതായത് നമ്മുടെ ബിസിനസ്സിനകത്ത് മെയിൻ ആണ് വരുന്ന കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ബ്ലോക്ക് 5 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് 18 മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, യൂണിറ്റ് 19 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, യൂണിറ്റ് 20 വരുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നിവയായിരിക്കും നമ്മളുടെ ലാസ്റ്റ് ബ്ലോക്കായ യൂണിറ്റ് 5 കവർ ചെയ്യുന്നത്. അതായത് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റിനകത്ത് കവർ ചെയ്യുന്നത്. ഇത് ഇത്രയുമാണ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റിന്റെ ഒരു ഓവറോൾ ഒരു എന്താണ് ബ്ലോക്കുകളും യൂണിറ്റുകളും. ദെൻ നമുക്ക് മൂന്നാമത്തെ, അതായത് 3 കോർ കോഴ്സസ് ഉണ്ടെന്ന്. മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് 135 ആണ് വരുന്നത്. ഈ കോഴ്സിൽ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് ഇംപ്രൂവ് യുവർ കമാൻഡ് ഓവർ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബൈ ഗിവിംഗ് എക്സ്റ്റെൻസീവ് പ്രാക്ടീസ് ഇൻ റീഡിംഗ്. അതായത് റീഡിങ്ങിനോട് നമുക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് കൊടുത്ത് കൂടുതൽ വായിക്കാനൊക്കെ ഉള്ള കുറച്ച് ടാസ്കും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമുക്ക് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ കമാൻഡ് കൂട്ടുക. അതായത് ഇംഗ്ലീഷിൽ ഇച്ചിരി കൂടെ ഒരു ബെറ്റർമെന്റ് എന്ന രീതിയിലായിരിക്കും ഏത് വരുന്നത്, ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന സബ്ജക്ട് വരുന്നത്. അതായത് ഡേ ടു ഡേ ലൈഫിലെ ഇംഗ്ലീഷ് നമ്മൾ എന്താ ഫ്ലുവന്റ് ആക്കുക. പലപ്പോഴും നമുക്ക് അറിയായിരിക്കും, പക്ഷെ അതിനകത്ത് ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഇച്ചിരി കൂടെ ബെറ്റർമെന്റ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത്, നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സ് ടേംസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട കുറച്ച് എന്താ നമുക്ക് എന്താ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടറിഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ എഫിഷ്യന്റ് ആക്കുക എന്നതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനും കോർ കോഴ്സ് ആയതുകൊണ്ട് 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. 6 ക്രെഡിറ്റ്സ് വരുമ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു 6 into 30 hours ഈ സബ്ജക്റ്റിന് വേണ്ടി വരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ബ്ലോക്കുകളാണുള്ളത്. അതില് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗുഡ് ബൈ. അതില് നമ്മൾ വീണ്ടും യൂണിറ്റ്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. 4 യൂണിറ്റ്സ് ഉണ്ട്. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് കോൺവെർസേഷൻ, ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് യൂണിറ്റ് 1 പറയുന്നു. സോഷ്യൽ
ടോക്ക്, അതായത് നമ്മൾ എന്താണ് നമുക്ക് ചെറിയ ചെറിയ ടോക്സും കാര്യങ്ങളും എങ്ങനെയാണ്, ചെറിയ ചെറിയ സംസാര രീതികൾ എങ്ങനെ കണ്ടക്ട് ചെയ്യാം, എങ്ങനെ നടത്താം എന്നുള്ള രീതിയിലുള്ളത്. ദെൻ യൂണിറ്റ് 3 ഫീലിങ്സ്, നമ്മളുടെ ഫീലിങ്സ് ഒക്കെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള കുറച്ച്. യൂണിറ്റ് 4 നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ എന്താ തലയാട്ടുന്നു, അല്ലെങ്കിൽ കൈയെടുത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വേണ്ട വേണം എന്നൊക്കെ നമ്മൾ കുറെ ബോഡി ലാംഗ്വേജിൽ പറഞ്ഞ് മനസ്സിലാക്കും. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും യൂണിറ്റ് 4 എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 4 യൂണിറ്റ് ബ്ലോക്ക് 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് അറൌണ്ട് അസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലോക്ക് 2 വരുന്നത്. അതായത് യൂണിറ്റ് 5 ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, അതായത് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂണിറ്റ് 5 വരുന്നത്. യൂണിറ്റ് 6 ഡിസ്ക്രൈബിങ് ഡെയിലി ഇവന്റ്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ടാസ്കുകളും കാര്യങ്ങളും. യൂണിറ്റ് 7 വരുമ്പോൾ മണി മാറ്റേഴ്സ്, അതായത് മോണിറ്ററി ടേംസും കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസും കാര്യങ്ങളും എന്ന രീതിയിൽ. ദെൻ യൂണിറ്റ് 8 പബ്ലിക് സർവീസസും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട എന്താ നമ്മുടെ ലാംഗ്വേജ് സ്റ്റൈൽസ്. ദെൻ ബ്ലോക്ക് 3 വരുന്നത് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് ആണ്. അതിൽ യൂണിറ്റ് 9 മീഡിയയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതുണ്ട്. യൂണിറ്റ് 10 വരുമ്പം ദ ഫ്ലൈയിങ് മാർക്കറ്റ്സ് ഈ തായ്ലാൻഡ്, അതായത് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് തിരിച്ച് ഓരോ രീതിയിൽ പറയുകയാണ്. ദെൻ യൂണിറ്റ് 11 പീപ്പിൾ അറ്റ് വർക്ക്, അതായത് ജോലി സമയത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ലാംഗ്വേജ് സ്റ്റൈൽസും. പിന്നെ യൂണിറ്റ് 12 വരുമ്പോൾ സ്മെൽ ഓഫ് ഫുഡ്, അതായത് ഫുഡ്സിന്റെ കാര്യങ്ങളും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് ടേംസും രീതികളിലൊക്കെ എങ്ങനെയൊക്കെ, അതായത് നമ്മളുടെ ടോപ്പിക്കിനെ ഏറ്റവും എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ടേംസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഓരോ യൂണിറ്റിലും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് 4 ആണ് വരുന്നത് ബേണിംഗ് ഇഷ്യൂസ്, അതായത് കറന്റ് വരുന്ന ഇഷ്യൂസ് ആയിരിക്കും മെയിൻ ആയിട്ട് പറയുന്നത്. യൂണിറ്റ് 13 സോഷ്യൽ ഇൻജസ്റ്റിസ്, നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഇൻജസ്റ്റിസും കാര്യങ്ങളുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. പിന്നെ യൂണിറ്റ് 14 വരുമ്പോഴത്തേന് വർക്ക് പീസ് നോട്ട് വാർ, മേക്ക് പീസ് നോട്ട് വാർ, അതായത് നമുക്ക് യുദ്ധമല്ലാതെ പീസ് ഉണ്ടാക്കുക എന്ന രീതിയിലുള്ള കുറച്ച് ടേംസും കാര്യങ്ങളും അതിനുമായിട്ട് സംബന്ധിച്ചുള്ള ടോപ്പിക്സ്. യൂണിറ്റ് 15 വരുമ്പോൾ യങ് ലീഡേഴ്സ്, കുറെ യങ് ലീഡേഴ്സ് ഇപ്പം ഉണർന്നു വരുന്നുണ്ടല്ലോ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസ്കഷൻസ് കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അതിനകത്ത് വരിക. യൂണിറ്റ് 16 വരുമ്പോൾ ഡൂയിങ് എവേ വിത്ത് എക്സാംസ്, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഡീറ്റെയിൽഡ് പോർഷൻസും അതിനകത്ത് കാണും. അതായത് കറന്റ്ലി ഉള്ള ഇഷ്യൂസും കാര്യങ്ങളും കറന്റ്ലി നമുക്ക് എന്താ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ലാസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്, അതായത് ബേണിംഗ് ഇഷ്യൂസിനകത്ത് വരുന്നത്. ഇങ്ങനെ 4 ബ്ലോക്കുകളായിട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ്, അത് പറഞ്ഞ പോലെ തന്നെ എന്താ ഡെയിലി ലൈഫിലെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അതിനകത്ത് വരുന്നത്. ഇങ്ങനെ 3 കോഴ്സസ് അല്ലെങ്കിൽ കോർ സബ്ജക്ട്സുകളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഇനി വരുന്ന ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ 4 ക്രെഡിറ്റ് ആണ് നമുക്കുള്ളത്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ആദ്യം തന്നെ പറയാം, ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഔട്ട് ഓഫ് 50 മാർക്സിലായിരിക്കും വരുന്നത്. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് OMR ഷീറ്റിലാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മൾ ആൻസർ ചെയ്യുന്നത്, അല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് അല്ല. ബാക്കി എല്ലാ സബ്ജക്ട്സും നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ്, നമ്മൾ ബുക്ക്ലെറ്റിലായിരിക്കും എഴുതുന്നത്. പക്ഷേ ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസ് മാത്രം ഒരു കോമൺ പേപ്പർ ആയിട്ടാണ് വരുന്നത്, നമുക്ക് OMR ഷീറ്റിലായിരിക്കും വരുന്നത്. നെഗറ്റീവ് മാർക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നമുക്ക് എന്താണ് OMR ഷീറ്റ് ആയിരിക്കും വരുന്നത്. ബബിൾ ചെയ്ത് പോകുന്ന രീതിയായിരിക്കും എൻവയോൺമെന്റൽ സ്റ്റഡീസിന് ഉള്ളത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഇതൊരു കമ്പൽസറി കോഴ്സ് ആണ്. ഫസ്റ്റ് ഇതൊരു കമ്പൽസറി കോഴ്സ് ആണ് ഗ്രാജുവേറ്റ് ലെവൽ, അതായത് ഇപ്പൊ BCom എടുത്താലും BBA എടുത്താലും BA എടുത്താലും ഏതെടുത്താലും കമ്പൽസറി ആയിട്ട് എല്ലാവർക്കും കോമൺ വരുന്ന ഒരു കോഴ്സ് ആണ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ് ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇനി അതിനെന്ന് പറയുന്നത് കറന്റ്ലി ഉള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്താ നമ്മളുടെ ഹ്യൂമൻ പ്രാക്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എൻവയോൺമെന്റൽ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ ഒരു എൻവയോൺമെന്റൽ സ്റ്റഡീസിനകത്ത് വരുന്നത്. നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രമല്ല, നമ്മുടെ എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു പേപ്പർ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഇപ്പം എന്താണ് നമ്മുടെ ഒരു എന്താണ് നമ്മുടെ എൻവയോൺമെന്റിനെ ഹാർംഫുൾ ആയിരിക്കുന്നത്, എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഇഷ്യൂസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹ്യൂമൻ അൺസസ്റ്റൈനബിൾ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ ഇഷ്യൂസും ടോപ്പിക്സും ആയിരിക്കും ഇതിനകത്ത് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. ഇനി അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ,
4 ബ്ലോക്കുകളാണ് മെയിൻ ആയിട്ടുള്ളത്. എൻവയോൺമെന്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ബ്ലോക്ക് 1 പറയുന്നത്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ്, ബ്ലോക്ക് 3 എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്, ബ്ലോക്ക് 4 എന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് അല്ലെങ്കിൽ പോളിസീസും പ്രാക്ടീസസും ഒക്കെ അതിന്റെ, അതായത് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പോളിസീസ് പ്രാക്ടീസ് ഇതൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി ഇതിന്റെ അകത്ത് ബ്ലോക്ക് 1 വരുന്നത് യൂണിറ്റുകൾ ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ നോക്കുക, യൂണിറ്റ് 1 എന്ന് പറയുന്നത് അവർ എൻവയോൺമെന്റ്, അതായത് നമ്മുടെ എൻവയോൺമെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പോർഷൻ ആയിരിക്കും. പിന്നെ എക്കോസിസ്റ്റം, യൂണിറ്റ് 2 എന്ന് പറയുമ്പോൾ എക്കോസിസ്റ്റം, യൂണിറ്റ് 3 എന്ന് പറയുമ്പോൾ മേജർ എക്കോസിസ്റ്റംസ്. ഇങ്ങനെ 3 യൂണിറ്റ്സ് ആയിരിക്കും ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. സെക്കൻഡ് ബ്ലോക്കായ നാച്ചുറൽ റിസോഴ്സസിനകത്ത് നമുക്ക് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ലാൻഡ് ആൻഡ് വാട്ടർ, ഫോറസ്റ്റ് റിസോഴ്സസ്, ബയോഡൈവേഴ്സിറ്റി വാല്യൂ അല്ലെങ്കിൽ സർവീസസിനെ കുറിച്ച് ഒരു യൂണിറ്റ്, ദെൻ എനർജി റിസോഴ്സസിനെ കുറിച്ച് ഒരു യൂണിറ്റ്. ഇത് ഇത്രയും ആയിരിക്കും നമ്മളുടെ യൂണിറ്റ് വൈസ് വരുന്നത്. ദെൻ ബ്ലോക്ക് 3 വരുമ്പോൾ വീണ്ടും 4 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ബയോഡൈവേഴ്സിറ്റിയുടെ ത്രെഡ്സിനെയും കൺസർവേഷനെയും കുറിച്ച് ഫസ്റ്റ്, അതായത് യൂണിറ്റ് 8. ദെൻ വരുമ്പോൾ എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഹസാർഡ്നെസിനെ കുറിച്ച് അടുത്ത യൂണിറ്റ്. ദെൻ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് അടുത്ത യൂണിറ്റ്. ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച് അടുത്ത യൂണിറ്റ്. ദെൻ ലാസ്റ്റ് ബ്ലോക്കായ, അതായത് പോളിസീസും എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോളിസീസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ബ്ലോക്ക്, ഫോർത്ത് ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ 12th യൂണിറ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ ആണ്. ദെൻ യൂണിറ്റ് 13 വരുന്നത് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ എൻവയോൺമെന്റ്. യൂണിറ്റ് 14 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എത്തിക്സ്. ഇത് ഇത്രയുമാണ് ഇംഗ്ലീഷിന്റെ ഒരു ഓരോ ഓവറോൾ എന്താണ് നമുക്കൊരു സബ്ജക്ട്സ് വരുന്നത്. മെയിൻ ആയിട്ട് ഇത് ഇത്രയും ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്ന പേപ്പേഴ്സ്. ഫസ്റ്റ് സെമ്മിൽ 3 കോർ പേപ്പേഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും ഉണ്ട്. 3 എണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ അക്കൗണ്ടിങ്ങും ബിസിനസ് ഓർഗനൈസേഷനും ഇംഗ്ലീഷും ഡെയിലി ലൈഫും, മറ്റേത് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഇത് ഇത്രയുമാണ് സെം 1 പഠിക്കുന്നത്. ഇനി നമ്മൾ സെം 2 പഠിക്കുന്ന പേപ്പേഴ്സ് നോക്കാം. സെയിം ഇതേപോലെ തന്നെ 4 കോഴ്സസ്, 4 നമ്മൾ എന്താണ് നമുക്ക് സെമസ്റ്റർ വൈസ് തിരിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർലി ആണ് എക്സാം വരുന്നത്. നമ്മൾ ഈ 8 സബ്ജക്ട്സ് ഒരുമിച്ചാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സെം 2 നോക്കുക. സെം 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ 3 കോഴ്സസ് ആണ് വരുന്നത് കോർ കോഴ്സസ് ആയിട്ട്. ദെൻ വരുന്നത് ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും വരുന്നുണ്ട്. അതില് കോർ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 18 ക്രെഡിറ്റ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ബിസിനസ് ലോയർ, ബിസിനസ് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്. ഇത് ഇത്രയുമായിരിക്കും ഇതിനകത്തെ മെയിൻ കോഴ്സസ് അല്ലെങ്കിൽ കോർ കോഴ്സസ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആയ ബിസിനസ് ലോ. ബിസിനസ് ലോ എന്ന് പറയുന്നത് BCOC 133 ആണ് പറയുന്നത്. അതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ബിസിനസ് ഓണേഴ്സ് എന്താണ്, മാനേജേഴ്സ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതായത് ബിസിനസ് ലോയിലെ പ്രൊഫഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ബേസിക് ലോസ് കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും അതിനകത്ത് പറയുന്നത്. അതായത് എന്താ നമുക്ക് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്ന കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള ലോസ് കാര്യങ്ങൾ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്സ് ആയിരിക്കും ഇതിനകത്ത് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. ദെൻ പറഞ്ഞെന്താ ഓൾറെഡി കോർ കോഴ്സ് ആയതുകൊണ്ട് 6 ക്രെഡിറ്റ് ആണുള്ളത്. 6 into 30 hours വേണ്ടി വരും. ഇതിനകത്ത് മൊത്തത്തിൽ 6 ബ്ലോക്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. 6 ബ്ലോക്സിൽ ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് 1 ഉണ്ട്. അതായത് ജനറൽ ലോയുടെ കോൺട്രാക്ട് അതിനകത്ത് 4 യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട്, പിന്നെ ഓഫേഴ്സ് ആൻഡ് അക്സെപ്റ്റൻസ്, കപ്പാസിറ്റി ഓഫ് പാർട്ട്നേഴ്സ്, ദെൻ ഫ്രീ കൺസെന്റ്. ഒന്നുകൂടെ പറയാം. ബ്ലോക്ക് 1 ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് 1 ആണ് പറയുന്നത്. എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട്, ദെൻ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ദെൻ വരുന്നത് 4th യൂണിറ്റ് ഫ്രീ കൺസെന്റ്. ഇത് ഇത്രയും ആയിരിക്കും ബ്ലോക്ക് 1 വരുന്നത്. ദെൻ ബ്ലോക്ക് 2 വരുന്നത് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് 2 ആണ്. കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് വരുന്നുണ്ട്. വോയിഡ് അഗ്രിമെന്റ്സിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പെർഫോമൻസ് ആൻഡ് ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. റെമഡീസ് ഓഫ് ബ്രീച്ച് ആൻഡ് കോസി കോൺട്രാക്ട്. ഇത് ഇത്രയും കാര്യങ്ങൾ. ദെൻ ബ്ലോക്ക് 3 വരുമ്പോൾ സ്പെസിഫിക് കോൺട്രാക്ട്സിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അതിനകത്ത് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ്, കോൺട്രാക്ട് ഓഫ് ഏജൻസി. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ പാർട്ണർഷിപ്പ് ആയിരിക്കും പറയുന്നത്. പാർട്ണർഷിപ്പിനകത്ത് ഡെഫിനിഷൻ ആൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ്, പിന്നെ റൈറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പേരൻസ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഇത് ഇത്രയും ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്.
Then unit block 5 വരുമ്പോൾ rights of an unpaid sellers. Unpaid sellers ഉണ്ടല്ലോ, അതായത് കാശ് കിട്ടാത്ത സെല്ലേഴ്സ് വരുമ്പോൾ അവരുടെ റൈറ്റ്സും കാര്യങ്ങളും എന്താണ്. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി, അതായത് ഓണർഷിപ്പും അല്ലെങ്കിൽ ഡെലിവറിയുടെ ട്രാൻസ്ഫർ അനുസരിച്ചുള്ള കാര്യങ്ങള്. പിന്നെ കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്, നേച്ചർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇത് ഇത്രയുമായിരിക്കും ബ്ലോക്ക്. നെക്സ്റ്റ് ബ്ലോക്ക് വരുമ്പോൾ ബ്ലോക്ക് 6 വരുന്നത് പ്രസന്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് വരുന്നുണ്ട്, നെഗോസിയേഷൻ വരുന്നുണ്ട്, പ്രോമിസറി നോട്ട്സിനെ അല്ലെങ്കിൽ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് യൂണിറ്റ് 21 പാർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യങ്ങൾ പറയുന്നു. ഇത് ഇത്രയുമാണ് നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന ബിസിനസ് ലോയിൽ വരുന്നത്. ഒന്നുകൂടെ പറയാം, നമുക്ക് ബിസിനസ് ലോയിൽ നമുക്ക് എത്രയാണ് 6 ബ്ലോക്സ് വരുന്നുണ്ട്. അതിനെ വീണ്ടും എല്ലാത്തിനകത്തും എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഒരു 4 യൂണിറ്റ്സ് വെച്ച് ഇതിനകത്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് തിയറി ആണ്, ലോസും കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇതിനകത്ത് പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിനകത്ത് വരുന്നത് എന്താ, ഡെറിവേഷൻ, ഫിനാൻഷ്യൽ ഫോർമുലാസ്, അതിന്റെ ഡെറിവേഷൻസ്, മെഷർമെന്റ്സ്, അങ്ങനത്തെ കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളും, ടാക്സ് കാൽക്കുലേഷൻ, സാലറി കാൽക്കുലേഷൻ, ഹയർ റേറ്റ്സ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് വരുന്നത്. ഇതും കോർ കോഴ്സ് ആയതുകൊണ്ട് തന്നെ 6 ക്രെഡിറ്റ്സ് നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് 6 ബ്ലോക്സ് ആണുള്ളത്. ബ്ലോക്ക് 1 മെട്രിക്സ് ആണ്, ബ്ലോക്ക് 2 ഡിഫറൻഷ്യൽസ് കാൽക്കുലസ് എന്ന് പറഞ്ഞ്, ബ്ലോക്ക് 3 വരുന്നത് ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് ഫിനാൻസ്, ബ്ലോക്ക് 4 വരുന്നത് യൂണിവേരിയന്റ് അനാലിസിസ്, ബ്ലോക്ക് 5 വരുന്നത് ബൈവേരിയന്റ് അനാലിസിസ്, ബ്ലോക്ക് 6 വരുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് ടൈം സീരീസ് അനാലിസിസ്. ഇന്ന് ഓരോന്നിനും വീണ്ടും എന്താ 4 യൂണിറ്റ്സ് വെച്ചിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 1 നോക്കുമ്പോൾ മെട്രിക്സിന്റെ ഇൻട്രൊഡക്ഷന്, ഡിറ്റർമിനൻസ്, ഇൻവേഴ്സ് മെട്രിക്സ്, ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്, അതായത് ബിസിനസ് ആൻഡ് എക്കണോമിക്സിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ, ഇത് ഇത്രയുമായിരിക്കും ബ്ലോക്ക് 1 വരുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ മാത്തമാറ്റിക്സ് ഫംഗ്ഷൻസ് ആൻഡ് ടൈപ്സ്, ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻസ്, മാക്സിമ മിനിമ എന്ന ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷിയേഷൻ. ബ്ലോക്ക് 3 വരുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ്സ്, പിന്നെ വരുന്നത് കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ്, ഇത് മെയിൻ ആയിട്ട് വരുന്നുണ്ട് ബ്ലോക്ക് 3. ബ്ലോക്ക് 4 വരുമ്പം ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ഡിസ്പെർഷൻ എന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ബ്ലോക്ക് 4 വരുന്നത്. ബ്ലോക്ക് 5 വരുമ്പം സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, പിന്നെ ഒരെണ്ണം കൂടി സിമ്പിൾ ലീനിയർ കോറിലേഷൻ, ഈ 2 കാര്യങ്ങൾ. ദെൻ ബ്ലോക്ക് 6 വരുമ്പം ടൈം സീരീസ് വരുന്നുണ്ട്, ഇൻഡെക്സ് നമ്പേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ബിസിനസ് മാത്തമാറ്റിക്സിന്റെ റിലേറ്റഡ് ആണ് ഫസ്റ്റ് 3 ബ്ലോക്സിൽ, സ്റ്റാറ്റിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ലാസ്റ്റ് 3 ബ്ലോക്ക്, അതായത് 4, 5, 6 സ്റ്റാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസും ആയിരിക്കും വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന കോർ കോഴ്സ് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് ആണ് വരുന്നത്. ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിനകത്ത് ബേസിക്കലി സ്ട്രക്ചർ എന്താണ്, ഗീവ് സ്റ്റുഡൻസ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജിനെ കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അതായത് നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഏതാണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കും വരുന്നത്. 6 ക്രെഡിറ്റ്സ് ആണ് ഈച്ച് വരുന്നത്. അത് നോക്കുമ്പോൾ ഇതിനകത്ത് 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റിൽ എക്സ്പ്ലോറിംഗ് ദ ജോബ് മാർക്കറ്റ്, ജോബ് മാർക്കറ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ജോബിന് സെർച്ച് ചെയ്യുന്നതിനെ കുറിച്ച്, ജോബ് അഡ്വർടൈസ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നത്, വൺസെൽഫ് എന്താണ് ജോബിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുന്നത്, എന്താ പ്രിപ്പയറിംഗ് ഫോർ ജോബ്, ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അതായത് ജോബ് മാർക്കറ്റിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് 1 പറയുന്നത്. ബ്ലോക്ക് 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽസ് ഫോർ ദ വർക്ക് പ്ലേസ്, അതായത് വർക്ക് പ്ലേസിലോട്ടുള്ള സ്കിൽസ് ആയിരിക്കും, പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബ്ലോക്ക് 2 പറയുന്നത്. ബോഡി ലാംഗ്വേജിന്റെ കാര്യം, പോർട്ട്ഫോളിയോ മാർക്കറ്റിംഗ്, പോർട്ട്ഫോളിയോ, പിന്നെ എന്താണ് നമ്മുടെ കരിക്കുലം അല്ലെങ്കിൽ CVs ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച്, റൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ഏതാ ഈ ഒരു ബ്ലോക്ക് 2, അതായത് ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബ്ലോക്ക് 2 ആയിരിക്കും പറയുന്നത്. ദെൻ ബ്ലോക്ക് 3 വരുന്നത്
സ്കിൽസ് ഫോർ ദ വർക്ക് പ്ലേസ്, അതായത് വർക്ക് പ്ലേസിലുള്ള സ്കിൽസിന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് വർക്ക് എത്തിക്സ് എന്താണ്, പിന്നെ എസെൻഷ്യൽസ് ഓഫ് കസ്റ്റമർ സർവീസിന് വേണ്ടുന്ന എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, കസ്റ്റമേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പിന്നെ കൾച്ചറൽ അവയർനെസ് ഒക്കെ, ജെൻഡർ പെർസെപ്ഷന്റെ കാര്യത്തിൽ വരുമ്പോൾ കൾച്ചറൽ അവയർനെസ്സും കാര്യങ്ങളും എല്ലാം ഈ ബ്ലോക്ക് 3 പറയുന്നുണ്ട്. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് റൈറ്റിംഗ് ബിസിനസ് ഇമെയിൽസും കാര്യങ്ങളും റൈറ്റ് ചെയ്യുന്നത്, ബിസിനസ് ലെറ്റേഴ്സ് റൈറ്റ് ചെയ്യുന്നത്, ഡിസ്കഷൻസിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇന്ന ഡീറ്റെയിൽസ് എല്ലാം ഏതിനകത്തായിരിക്കും, ഈ ഒരു ബ്ലോക്ക് 4 വരുന്നത്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ബ്ലോക്ക് 4 പറയുന്നുണ്ട്. ഇത് ഇത്രയുമാണ് ഒരു ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഇനി ഇതിനകത്തൊരു അഡീഷണൽ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് കൂടെ ഉണ്ട്. അത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് 182 ആണ് ഇതിന്റെ കോഡ് വരുന്നത്. സ്ട്രോങ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സക്സസ് ഇൻ ബോത്ത് കരിയർ ആൻഡ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലും കരിയറിലും എന്താണ് ഒരു സ്ട്രോങ് ഇൻഡിക്കേറ്റേഴ്സ് ആകാൻ വേണ്ടിയുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പേപ്പറാണ് ഈ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ ലിസൺ ചെയ്യാം, എങ്ങനെ സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, കോൺവെർസേഷൻ സ്കിൽസ്, ബോഡി ലാംഗ്വേജ്, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് പോർഷൻ ആയിരിക്കും ഈ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ കവർ ചെയ്യുന്നത്. 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. അതിനകത്ത് നോക്കാം, മെയിൻ ആയിട്ട് 3 ബ്ലോക്കുകൾ മാത്രമേ ഇതിനുള്ളൂ. ബ്ലോക്ക് 1 വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നാണ്. അതിനകത്ത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്, ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്, അതായത് ഗ്ലോബൽ വില്ലേജിന്റെ കാര്യം പറയുന്നുണ്ട്. ദെൻ 3rd യൂണിറ്റിൽ വെർബൽ അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്. ഇനി സെക്കൻഡ് ബ്ലോക്ക് വരുമ്പോൾ ലിസ്ണിംഗ്, സ്പീക്കിംഗ്, ഇൻഫോർമൽ അല്ലെങ്കിൽ ഫോർമൽ കണ്ടസ്റ്റ് ആയിരിക്കും വരുന്നത്. അതിനകത്ത് ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ ഫങ്ഷൻസ് പറയുന്നുണ്ട്. ദെൻ യൂണിറ്റ് 5 വരുമ്പോൾ മേക്കിംഗ് എൻക്വയറീസ് ആൻഡ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്വറീസും ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതെങ്ങനെ ചോദിക്കാം എന്ന ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻസ് കുറിച്ച് പറയുന്നുണ്ട്. ദെൻ എസെൻഷ്യൽസ് ഓഫ് പ്രസന്റേഷൻ സ്കിൽസ്. നമ്മൾ എന്തെങ്കിലും പ്രസന്റേഷൻ ചെയ്യാനുള്ള സ്കിൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് പോർഷനും പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ബ്ലോക്ക് ആയ ബ്ലോക്ക് 3 നോക്കാം. അതിനകത്ത് ലാംഗ്വേജ് ഓഫ് ഫോർമൽ ലെറ്റേഴ്സ് എങ്ങനെ റൈറ്റ് ചെയ്യാം, അതിന്റെ ലാംഗ്വേജ് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം, പിന്നെ റൈറ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ സം ബേസിക് ഗൈഡ് ലൈൻസിനെ കുറിച്ച്, പിന്നെ വൊക്കാബുലറി ഡെവലപ്മെന്റിനെ കുറിച്ച്, റീഡിംഗ് സ്കില്ലിനെ കുറിച്ച്. ഇത് ഇത്രയും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു ലാസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത്. നമ്മൾക്ക് ഇങ്ങനെ 4 സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ സെം 2 പഠിക്കുന്നത്. ഇതിപ്പോ ഇത്രത്തോളം പറഞ്ഞല്ലോ, ഇത് ഇത്രയും സബ്ജക്റ്റുകൾ മാത്രമാണ്. നമുക്ക് 8 സബ്ജക്ട്സ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ, പിന്നെ ഒരു ഓവറോൾ ഐഡിയ കിട്ടും. നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എന്താന്ന് അറിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാമല്ലോ. അതിന് അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് ഇപ്പം ഇതിലൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ സബ്ജക്റ്റിന്റെ കോഡ്, സബ്ജക്റ്റ് എത്ര പേപ്പേഴ്സ് ഉണ്ട്, എന്താണ് ഏതാണ്, ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ അതിനകത്ത് നോക്കണം. അതായത് നമ്മൾ കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എത്ര കോഴ്സസ് ഉണ്ട്. നമ്മൾ ബികോം എന്ന് പറയുമ്പോൾ ബികോം ജനറൽ എന്നാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ടോട്ടൽ 24 കോഴ്സസ് ഉണ്ട് അല്ലെങ്കിൽ സബ്ജക്ട്സ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് നോക്കുക. 182 ക്രെഡിറ്റ്സ് ആണ് നമുക്കുള്ളത്. എല്ലാ ഇയറിലും 2 സെമസ്റ്റർ വെച്ചുണ്ട്. ഓരോ സെമസ്റ്ററിലും 4 സബ്ജക്ട്സ് വെച്ചിട്ടുണ്ട്. അതിലെ കോർ സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ എപ്പോഴാണ് പഠിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇയർ 1, ഇയർ 2 ഇയർ 3 ഇതേപോലെ തന്നെ സിലബസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഇയർ 1 പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇയർ 1ന്റെ സിലബസ് ഡീകോഡിംഗ് മാത്രമാണ് ഇപ്പൊ പറഞ്ഞു തന്നത്. അതായത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു തന്നു, നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്, എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഒരു ഐഡിയ കിട്ടിയിട്ട് പഠിക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഞാൻ പ്രോബ്ലം ആണോ തിയറി ആണോ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ദെൻ നമ്മൾ ഇയർ 2ലും ഇയർ 3ലും ഇതുപോലെ തന്നെ സിലബസ് ഡീകോഡിംഗ് അന്നേരം ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരിയും കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഇതുപോലെ തോന്നുമല്ലോ, ഒത്തിരിയും ഉണ്ടോന്ന്. പക്ഷെ സിമ്പിൾ ആണ്, പഠിച്ചു തുടങ്ങുമ്പോഴത്തേന് കാര്യം നിസ്സാരമായിരിക്കും. ഇത് ഇത്രയുമാണ് നമ്മൾ ഇയർ 1 വരുന്ന പേപ്പേഴ്സും കാര്യങ്ങളുമേ. എല്ലാവർക്കും ജസ്റ്റ് എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്ന് കുറച്ചൊന്ന് പരിചയപ്പെട്ടില്ലേ? ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഞാൻ ഇനി പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് സബ്ജക്ട്സ്, എത്ര സബ്ജക്ട്സ് പഠിക്കാനുണ്ട് എന്നൊരു ഏകദേശം ഒരു ഐഡിയ ഇപ്പൊ കിട്ടിക്കാണുമല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാമേ. ഓക്കെ, അപ്പൊ സ്നേഹ മാം, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്ട്സ് ഏതാണ്? ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെം 1 സെം 2 കമ്പൈൻ ചെയ്ത് വരുന്നതാണ്. ഓരോ സെമിന് എത്ര സബ്ജക്ട്സ് ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. ഇനി നമ്മൾ അടുത്തൊരു പാർട്ടിൽ നോക്കാൻ പോകുന്നത് എന്താണ് ടേം ആൻഡ് എക്സാമിനേഷൻ എന്നുള്ള ഭാഗവും എന്താണ് അസൈൻമെന്റ്. നിങ്ങൾക്ക് ഒരുവിധം പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, അസൈൻമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ടേം ആൻഡ് എക്സാമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എന്താണ്,
അതിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വേണം പാസ് ആവണമെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ്, ഒരു നമ്മുടെ ഈ ബികോം എന്ന് പറയുന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ബികോം ജനറൽ കോഴ്സ് ആണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ 8 സബ്ജക്ട്സ് ആണുള്ളത്. 8 സബ്ജക്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ സബ്ജക്റ്റിനും ഒരു അസൈൻമെന്റ് വീതമാണ് ഉണ്ടാവുക. അങ്ങനെ 8 അസൈൻമെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലാണ്. അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓരോ സ്റ്റഡി സെന്റർ നിങ്ങൾ ചൂസ് ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും ട്രാവൽ ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലുള്ള ഒരു സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യും. ആ സമയത്ത് ആ സ്റ്റഡി സെന്ററിലാണ് നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, അതായത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ, അതായത് 100 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം വരിക. അതേ പാറ്റേണിൽ തന്നെ അസൈൻമെന്റ് എഴുതാനായിട്ട്, ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലാണ് എന്ത് ചെയ്യുക, അസൈൻമെന്റ് റിലീസ് ചെയ്യുക. ആ അസൈൻമെന്റ് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ മെന്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പക്ഷേ അതിന് മുമ്പ് നമ്മൾ മെന്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്, നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് കണക്ട് ചെയ്യണം. എഴുതേണ്ടതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും അവിടെയും കൂടി ചെക്ക് ചെയ്യണം. കാരണം സ്റ്റഡി സെന്റർ ആണ് ഇത് നോക്കുന്നതും ഇതിന്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് എന്താണോ അതാണ് ഫൈനൽ വേർഡ് എന്ന് പറയുന്നത്. നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും അവരവരുടെ സ്റ്റഡി സെന്റർ ആയിട്ട് കണക്ട് ചെയ്യണം. എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്റ്റഡി സെന്റർ അതല്ലെങ്കിൽ ഒരു സ്റ്റഡി സെന്റർ ടു സ്റ്റഡി സെന്റർ ഇൻസ്ട്രക്ഷൻസുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഈ സ്റ്റഡി സെന്റർ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ അത് ഫോളോ ചെയ്യാം. അങ്ങനെ ചെയ്ത് നമ്മുടെ സ്റ്റഡി സെന്റർ ആയിട്ട് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യാനും എഴുതി തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് തരിക. അത് നിങ്ങൾ ആൻസർ ചെയ്യണം. അത് ആൻസർ ചെയ്യാനായിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 മാർക്കാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിങ്ങളുടെ ഓൺ ബോർഡിങ് സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മൾ ഇവിടുന്ന് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ഒക്കെ നിങ്ങൾക്ക് തരും. പക്ഷെ അതിനോടൊപ്പം തന്നെ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് അതുപോലെ തന്നെ കോപ്പി ചെയ്യരുത്. നിങ്ങൾ ഗൂഗിൾ റെഫർ ചെയ്യണം, SLM റെഫർ ചെയ്യണം. കാരണം ഒരുപോലെ തന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെന്റ് സ്റ്റഡി സെന്റേഴ്സ് റിജക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസുകളുണ്ട്. ഇനി പറയാനുള്ളത് എന്താ, നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഓരോ അസൈൻമെന്റിന്റെയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ കരുതണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ അസൈൻമെന്റ് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് കിട്ടും. അത് നിങ്ങൾ കൈപ്പറ്റാനായിട്ട് പരമാവധി ശ്രമിക്കുക. അവരോട് നിങ്ങൾ ചോദിക്കണം, ഞങ്ങളിത് സബ്മിറ്റ് ചെയ്തു, അതിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൂഫ് വേണം എന്നുള്ള രീതിയിൽ അവരോട് ചോദിക്കണം. അപ്പോൾ മേ ബി അവിടെ നിന്ന് നിങ്ങൾക്ക് മോസ്റ്റ്ലി എല്ലാ സ്റ്റഡി സെന്റേഴ്സും അങ്ങനെ തരും. ചില സ്റ്റഡി സെന്റേഴ്സ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യും, അതായത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എന്താണെന്നുള്ളത് എഴുതിയിട്ട് അവർക്ക് കൊടുക്കാൻ പറയും. അവിടെ ഒരു സീല് വെച്ച് തരും. അപ്പൊ അങ്ങനെയാണ് ചെയ്യാം. ഇനി വൺസ് നിങ്ങളുടെ അസൈൻമെന്റ് ആ സ്റ്റഡി സെന്ററിലുള്ള കൗൺസിലേഴ്സ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് എന്നാണ് വിളിക്കുക. അപ്പോ ഗെറ്റ് യുവർ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് കറക്റ്റഡ് ബൈ ദി അക്കാഡമിക് കൗൺസിലേഴ്സ് ഓഫ് IGNOU സ്റ്റഡി സെന്റർ വിത്ത് മാർക്സ് ആൻഡ് കമന്റ്സ് വിത്തിൻ എ മന്ത് ഓഫ് അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ അവരത് കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് വൺസ് ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ് ആയി, അത് അസൈൻമെന്റ് അവർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീകളക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം. ഇനി അസൈൻമെന്റിൽ നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഓരോ പേപ്പറിലും നിങ്ങൾക്ക് അസൈൻമെന്റിൽ 35% മാർക്ക് വേണം. അതായത് 100 മാർക്കിന്റെ അസൈൻമെന്റിൽ നിങ്ങൾക്ക് 35 മാർക്ക് നിങ്ങൾക്ക് എന്ത് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അസൈൻമെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ ഇപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് 35% മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വീണ്ടും IGNOUടെ വെബ്സൈറ്റിൽ പോയി പുതിയത് വന്നിട്ടുള്ള അസൈൻമെന്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് എഴുതി സ്റ്റഡി സെന്ററുമായി അവരുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമത് റീസബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മിനിമം പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 35% മിനിമം. 35-ൽ കൂടുതലോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, പാസ്സായി, അസൈൻമെന്റിൽ നിങ്ങൾ പാസ്സായി.
ഇനി അടുത്തത് TEE, ടേം ആൻഡ് എക്സാമിനേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പൊ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്, അതായത് അസൈൻമെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ടേം ആൻഡ് എക്സാമിനേഷൻ എന്താണെന്നുള്ളതാണ്. ടേം ആൻഡ് എക്സാമിനേഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് എക്സാമിനേഷൻ ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ആ ഓൺലൈൻ ഫോം, ഫോർ എക്സാമ്പിൾ മാർച്ചിലാണ് നിങ്ങളുടെ എക്സാം സൈക്കിൾ, ജൂണിലാണ് നിങ്ങളുടെ എക്സാം സൈക്കിൾ വരുന്നതെങ്കിൽ മാർച്ചിൽ ടേം ആൻഡ് എക്സാമിനേഷന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഇഗ്നോയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആവും. ഡിസംബറിലാണ് എക്സാം വരുന്നതെങ്കിൽ, എക്സാം സൈക്കിൾ എങ്കിൽ സെപ്റ്റംബർ 30 കൂടിയിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ, എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആവും. നമ്മുടെ ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങളെ അത് യഥാസമയത്ത് അറിയിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാമിനേഷൻ ഫോം വൺസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം സ്ലോട്ടുകൾ പെട്ടെന്ന് ഫില്ല് ആവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് 8 എക്സാമും ഫസ്റ്റ് ഇയറിൽ 8 എക്സാം നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക് എങ്കിലും നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഓൾ ഓവർ ഇന്ത്യ എല്ലാവരും അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ എക്സാം സെന്റർ നമുക്ക് ഇഷ്ടമുള്ളത് എക്സാം സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇന്നലെ ഇഗ്നോയുടെ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എക്സാം സെന്റർ നമ്മുടെ ഇഷ്ടത്തിന്, കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എക്സാം സെന്ററോടുള്ള സ്ലോട്ടുകൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് TE എക്സാം എന്ന് പറയുന്നത്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, അപ്പിയർ ഫോർ TE ഇൻ ജൂൺ ഓർ ഡിസംബർ ഫോർ കോഴ്സസ് ഓഫ് 1 ഇയർ. അതായത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉള്ളത്, അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് സെം ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് 1 ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് 6 മാസം കൂടുമ്പോൾ എക്സാം എഴുതുക എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എന്തായാലും, നിങ്ങൾ ഇപ്പോൾ ഈ ജാൻ സൈക്കിളിൽ ജോയിൻ ചെയ്തവരാണ്, ഡിസംബറിലാണ് നിങ്ങളുടെ എക്സാം വരിക. സെം 1ഉം സെം 2ഉം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇനി വരുന്ന ഡിസംബറിൽ നിങ്ങൾ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കണം. എക്സാമിനും നിങ്ങൾക്ക് എന്ത് വേണം, ഓരോ പേപ്പറിലും നിങ്ങൾക്ക് 35% ഓഫ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയണം. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ എക്സാമിന് റീഅപ്പിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമിന്റെ മാർക്ക് വരുന്നത് മിനിമം 35% ഓഫ് മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. ഓരോ കോഴ്സിലും നിങ്ങൾക്ക് എന്ത് വേണം, 35% ഓഫ് മാർക്ക് വേണം. വൺസ് നിങ്ങൾക്ക് 35% ഓഫ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ഇയർ കോഴ്സസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യണം. ഈ സെയിം പ്രോസസ്സ് ഫോം ചെയ്യണം, പ്രോസസ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. വൺസ് തേർഡ് ഇയർ ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ, യു ക്യാൻ ക്ലെയിം യുവർ BCom ഡിഗ്രി. നിങ്ങൾക്ക് നിങ്ങളുടെ BCom ഡിഗ്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞതാണ്. ഇനി അറ്റൻഡൻസ്, നിങ്ങൾക്ക് സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽ SLM എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആപ്പിൽ കണ്ടിട്ടുണ്ടാവും. SLM എന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽ ആണ്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വൺസ് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത് ആണ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആവുക. ഇന്നലെ ഇഗ്നോയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിത്തിൻ 1 മന്ത് അവൈലബിൾ ആക്കാനായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് പരമാവധി ശ്രമം ഉണ്ടായിരിക്കും. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒറ്റ ടൈം 1 മന്തിനുള്ളിൽ അവൈലബിൾ ആക്കാൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അവരതിനൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ചൂസ് ചെയ്തിരിക്കുന്നതാണ്. ഓൺലൈനായിട്ട് ഈ ഫോമിൽ എന്ത് ചെയ്യുക, സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേ ഇഗ്യാൻ കോഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതേ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് നമ്മൾ ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റിൽ പോയി സെർച്ച് ചെയ്തൊക്കെ നിങ്ങൾ നോക്കി വരുമ്പോൾ ചിലപ്പോൾ അപ്പോഴേക്കും നിങ്ങളുടെ ആ മൈൻഡ് ചിലപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് കട്ടൗട്ട് ആയി നിങ്ങൾ പോയി എന്ന് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആപ്പിൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? മേ ബി നിങ്ങളുടെ ഹാർഡ് കോപ്പീസ് നിങ്ങൾ ബൈ പോസ്റ്റൽ വഴി നിങ്ങളുടെ വീട്ടിലേക്ക് എത്താനായിട്ട് സമയം എടുക്കുന്നതുകൊണ്ട് അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിലാണ് ബൈ പോസ്റ്റൽ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളുടെ വീടുകളിൽ, മീൻസ് നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി ഒരു മാർഗം ചെയ്തിട്ടുള്ളത്. Academic counseling sessions are held at allotted IGNOU study centers from time to time and learners are expected to attend them.
അതായത് നിങ്ങൾക്ക് ഓരോരുത്തരും ഓരോ സ്റ്റഡി സെന്റർ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഓരോ സ്റ്റഡി സെന്റേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യും. നിങ്ങളുടെ ലൊക്കാലിറ്റി നോക്കി, നിങ്ങളുടെ റീജിയൻ നോക്കിയിട്ട് അതിന്റെ ബേസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി സെന്റേഴ്സ് ചൂസ് ചെയ്യുക. അതായത് 4 നിങ്ങൾക്ക് റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. ഓരോ റീജിയണൽ സെന്റേഴ്സും അതിന്റെ കീഴിൽ സർട്ടൺ നമ്പർ ഓഫ് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ സ്റ്റഡി സെന്റേഴ്സ് നിങ്ങൾക്ക് കൂടുതലും എന്താണ് ട്രാവൽ ചെയ്യാനൊക്കെ എളുപ്പമുള്ള ഒരു സ്റ്റഡി സെന്റർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുക. അത് അഡ്മിഷൻ പ്രോസസ്സ് ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ സിസോളും കാര്യങ്ങളും നിങ്ങളായിട്ട് കണക്ട് ചെയ്യും, ഏത് സ്റ്റഡി സെന്റർ ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട്. അപ്പൊ ഈ അക്കാഡമിക് കൗൺസിലിംഗ്, അപ്പൊ നിങ്ങൾ വൺസ് ഒരു സ്റ്റഡി സെന്റർ നിങ്ങൾ ചൂസ് ചെയ്തു, എ എന്ന് പറയുന്ന ഒരു സ്റ്റഡി സെന്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വൺസ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ കാര്യത്തിനും ഫർദർ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസോ കാര്യങ്ങളോ കിട്ടണമെങ്കിൽ സ്റ്റഡി സെന്ററുമായിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് മേ ബി അവര് നിങ്ങൾക്ക് മെയിൽ ത്രൂ അല്ലെങ്കിൽ ബൈ ഫോൺ കോൾസിലോ ചിലപ്പോ വാട്സപ്പ് മെസ്സേജിലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഗ്രൂപ്പ്സോളോ കാര്യങ്ങളോ, അത് ഒരു നിർബന്ധവും ഇല്ല. ചില സ്റ്റഡി സെന്റേഴ്സ് ആണ് എന്ത് ചെയ്യാറുള്ളത്, ഗ്രൂപ്പ്സോളോ കാര്യങ്ങൾ വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. നമ്മൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഇനീഷ്യലി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ കിട്ടുമെന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും അങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത്. വളരെ റയർ ആയിട്ട് മാത്രമേ സ്റ്റഡി സെന്റേഴ്സ് അങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാറുള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കറക്റ്റ് സമയത്ത് സ്റ്റഡി സെന്ററായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചില സ്റ്റഡി സെന്റേഴ്സ് എക്സാം സമയം അടുക്കുമ്പോൾ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫ്രീക്വന്റ് ഇന്റർവെൽസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ക്ലാസ്സസുകൾ വെച്ച് തരാറുണ്ട്. ആ ക്ലാസ്സസിലൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സസുകളൊക്കെ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് അറ്റൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു ഫീച്ചർ അവർ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ മോസ്റ്റ്ലി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അവർ അങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിലേക്ക് കൂടുതൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ, കാരണം കൂടുതൽ നോളേജ് കിട്ടുന്നു. അവിടെ നിന്ന് അവരെന്തെങ്കിലും സ്റ്റഡി സെന്ററിൽ തരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്റ്റഡി സെന്ററിന്റെ ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അസൈൻമെന്റ്സിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വീണ്ടും ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയാണ് അസൈൻമെന്റ്സ് എന്താണെന്നുള്ളത്. യൂഷ്വലി ഈച്ച് കോഴ്സ് ഹാവ് 2 to 3, ഇപ്പൊ ഇതിൽ പറയുന്ന പോലെ 2 or 3 അസൈൻമെന്റ്സോ ഇല്ല. നിങ്ങൾ ഒരു സബ്ജക്റ്റിന് ഒരു അസൈൻമെന്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, സ്റ്റഡി സെന്ററിലാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഡിസംബറിലാണ് എക്സാം എഴുതുന്നെങ്കിൽ നിങ്ങളുടെ സബ്മിഷൻ ഓൾമോസ്റ്റ് ജാൻ ഫെബ് മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് നിങ്ങൾക്ക് സബ്മിഷൻ വരും. ഏപ്രിലോട് കൂടിയിട്ടാണ് യൂണിവേഴ്സിറ്റി സബ്മിഷൻ ഡേറ്റ് പറയുന്നത്. പക്ഷെ അതിൽ എക്സ്റ്റൻഷൻ വരാം. അത് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ജൂണിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനു മുമ്പ് 2 മാസം മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതൊരു ഡേറ്റ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളോട് എന്ത് പറയും. അപ്പൊ സ്റ്റഡി സെന്റർ പറയുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡേറ്റ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എക്സാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത് നിങ്ങൾ അതിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സബ്മിറ്റ് ചെയ്യേണ്ട എക്സാക്ട് ടൈം അല്ലെങ്കിൽ എക്സാക്ട് സമയം എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റഡി സെന്റർ ആയിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അതിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അത് ഓരോ സ്റ്റഡി സെന്റർ ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ തീരുമാനിക്കുന്നത്. പിന്നെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻസുകളാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ളതാണ്. 100 മാർക്കിനാണ് ടോട്ടൽ പേപ്പർ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഓരോ പേപ്പറും 100 മാർക്കിനാണ്. ഒരു ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യൻ വാല്യൂ എന്ന് പറയുന്നത് 20, അങ്ങനെ 20 into 5 അങ്ങനെ 100 ആണ് വരുന്നത്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും ഉണ്ട്, ദെൻ ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസുകളും വരുന്നുണ്ട്. ആ 2 ക്വസ്റ്റ്യൻസുകളാണ് വരിക. അപ്പൊ ഈ ഇത്രയും ക്വസ്റ്റ്യൻസിനോടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ SLM നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നമ്മുടെ ലേൺവൈസിന്റെ ഭാഗത്തു നിന്നുള്ള അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഗൂഗിൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പ്ലസ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഓൺ കോൺട്രിബ്യൂഷനും നിങ്ങൾ അതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് അസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്
നിങ്ങൾ എന്തുമാത്രം പഠിച്ചു, നിങ്ങൾ എന്തുമാത്രം ആ വിഷയത്തിനെ കുറിച്ച് മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫീച്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് മാക്സിമം നിങ്ങൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഇതൊരു നമുക്കൊക്കെ നോർമലി നമ്മളിപ്പോ ബോർഡ് എക്സാം ഒക്കെ നമുക്കാളും മുമ്പ് നമുക്കൊരു മോഡൽ എക്സാം ഉണ്ടാവും. ബോർഡ് എക്സാമിനും പബ്ലിക് എക്സാമിനും മുമ്പ് അതേ ഒരു പാറ്റേണിലാണ് അസൈൻമെന്റ് എന്ന് പറയുന്ന ഫീച്ചർ യൂണിവേഴ്സിറ്റി ചെയ്തിരിക്കുന്നത്. പക്ഷെ പലരും ആ അർത്ഥം മനസ്സിലാക്കി ചെയ്യാറില്ല. എല്ലാവരും ചെയ്യുന്നത് സിംപ്ലി എവിടെന്നെങ്കിലും കോപ്പി ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ ചെയ്യാതെ ഓരോ പേപ്പറും നല്ല രീതിയിൽ പഠിച്ച് അതിനോടൊപ്പം അസൈൻമെന്റ് എഴുതി പോവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. Assignment need to be submitted in handwritten form to your respective IGNOU study center before due date. അസൈൻമെന്റ് ഒരിക്കലും പ്രിന്റഡ് ഫോം അല്ല, സോഫ്റ്റ് കോപ്പീസ് അല്ല ചെയ്യേണ്ടത്, ഹാർഡ് കോപ്പിയാണ്. നമ്മുടെ തന്നെ സ്വന്തം ഓൺ ഹാൻഡ് റൈറ്റിംഗ് തിങ്ങിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ കൊണ്ട് എഴുതിക്കുകയോ അങ്ങനെയുള്ള എളുപ്പപ്പണികളോ ചെയ്യരുത്. കാരണം വൺസ് അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിജക്റ്റഡ് ആയിട്ട് പോകാനായിട്ടുള്ള ചാൻസസുകളുണ്ട്. Keep duplicate copy of submitted assignments for future records. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റെഫറൻസസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കീപ്പ് ചെയ്യാം. നിങ്ങൾ എന്താണോ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്യാം. Get the submission acknowledgement receipt from the study center coordinator. Once ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ സബ്മിഷൻ അക്നോളജ്മെന്റ് റെസിപ്റ്റ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെസിപ്റ്റ് ആണ്, നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന രീതിയിലുള്ള ആകെയുള്ള ഒരു പ്രൂഫാണിത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അത് റെസിപ്റ്റ് തരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു പേപ്പറിൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും ഡീറ്റെയിൽസും എഴുതി സബ്മിറ്റ് ചെയ്തിട്ടുള്ള പേപ്പറുകൾ ഏതൊക്കെയാണെന്ന് എഴുതിയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ സീൽ ചെയ്ത് സൈൻ ചെയ്ത് തരും. റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അക്നോളജ്മെന്റ് നിങ്ങളുടെ അസൈൻമെന്റ് കൈപ്പറ്റി എന്നതിൽ എഴുതി കൊടുത്തുകൊണ്ട് ഒരു സീലും സൈനും വെച്ചും തരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് ആ ഒരു ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എപ്പോഴും അവരോട് ചോദിക്കണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരോടൊന്ന് ചോദിക്കണം, അക്നോളജ്മെന്റ് റെസിപ്റ്റ് ഇല്ലേ എന്നുള്ള ചോദ്യം നിങ്ങൾ അവരോട് ചോദിച്ചിരിക്കണം. അത് ചോദിക്കാതിരിക്കരുത് നിങ്ങൾ. Get your tutor marked assignments corrected by the academic counselors of IGNOU Study Center with the mark and comments within a month of assignment submission date. Once നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ എന്താണ് അത് കറക്റ്റ് ചെയ്ത് മാർക്കും കമന്റ്സും ഒക്കെ ആയിട്ട് അക്കാഡമിക് കൗൺസിലേഴ്സ് തിരിച്ചു തരണം എന്നുള്ളതാണ്. മോസ്റ്റ്ലി പല സമയത്തും അത് അങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആവാറില്ല. കാരണം ഇതേപോലെ തന്നെ ഡേറ്റും കാര്യങ്ങളും പലപ്പോഴും ഷഫിൾ ചെയ്ത് വരാറുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റഡി സെന്ററിൽ ചെന്നുകൊണ്ട് ആവശ്യപ്പെടാം. മാർക്ക് ഇട്ടിട്ടുള്ള കോമന്റ്സ് ഇട്ടിട്ടുള്ള അസൈൻമെന്റ്സ് കിട്ടുമോ എന്നുള്ള രീതിയിൽ അവരോട് ചോദിക്കാം. അത് അവർ തരാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് വാങ്ങാം. അപ്പൊ അത് കാരണം കൊണ്ടാണ് പറയുന്നത്. മേ ബി ചില സ്റ്റഡി സെന്റേഴ്സ് അതിന് ബില്ലിംഗ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അക്നോളജ്മെന്റ് റെസിപ്റ്റ് കൈപ്പറ്റാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണം. വൺസ് അസൈൻമെന്റ് ഒരു അക്കാഡമിക് കൗൺസിലർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റി അല്ലെങ്കിൽ കോർഡിനേറ്റർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അസൈൻമെന്റിനെ വിളിക്കുന്ന പേരാണ് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് എന്ന്. Only when you pass minimum 35% in the assignment of a course, you are eligible to appear the term and examination. അതായത് നിങ്ങൾക്ക് മിനിമം 35% ഓഫ് മാർക്ക് ഒരു പേപ്പറിൽ, ഒരു അസൈൻമെന്റ് പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടണം. വൺസ് എല്ലാ പേപ്പറിലും നിങ്ങൾക്ക് 35% ഓഫ് മാർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഓരോ അസൈൻമെന്റും നിങ്ങൾ പാസ്സായി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഓരോ അസൈൻമെന്റും 35% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതാത് ടേമിന്റെ എക്സാമിനേഷൻ പാസ് ആവാനായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അതാത് സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് എഴുതാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അസൈൻമെന്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ ഒരിക്കലും ടേമിന്റെ എക്സാമിനേഷന് അപ്പിയർ ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. അത് കാരണം കൊണ്ട് അസൈൻമെന്റ് അത്രയും സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ കാണേണ്ട ഒരു പാർട്ടാണ് ഇഗ്നോയുടെ എക്സാം കോമ്പോസിഷനിൽ. If you do not pass in the assignments, you have to download the fresh assignments in the academic session, resubmit with the newly specified due date.
അതായത് നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേപ്പർ ഏതാണോ, ഇഗ്നോയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആവുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണോ അതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. സപ്പോസ് നമ്മൾ ഇപ്രാവശ്യം എഴുതി വെച്ചിട്ടുള്ള അസൈൻമെന്റ് നമ്മൾ ഫെയിൽ ആയെങ്കിൽ അടുത്ത സൈക്കിളിൽ നമ്മൾ എക്സാം എഴുതണം. അപ്പൊ അടുത്ത സൈക്കിളിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ ആ സമയത്ത് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണോ അതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. രണ്ടാമത് വെക്കണം 35% ഓഫ് മാർക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാനായിട്ട് നമുക്ക് എലിജിബിൾ ആവണമെങ്കിൽ. ഇനി എന്താണ് ടേം ആൻഡ് എക്സാമിനേഷൻ എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. TEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. TE എല്ലാ വർഷവും ജൂണിലും ഡിസംബറിലും ഓരോ വർഷവും 2 പ്രാവശ്യം ഇഗ്നോയിൽ എക്സാം സൈക്കിൾ ഉണ്ട്. ജൂണിൽ ഒരു എക്സാം സൈക്കിൾ വരുന്നുണ്ട്, ഡിസംബറിലാണ് അടുത്ത എക്സാം സൈക്കിൾ വരുന്നത്. 6 മാസം കൂടുമ്പോൾ ജൂണും ഡിസംബറും. യു ക്യാൻ അപ്പിയർ എക്സാംസ് ഓൺലി ഇയർലി. ബികോം എന്ന് പറയുന്നത് ഇയർലി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇയർ വൈസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ എക്സാം എഴുതുന്നത്. സെം 1 കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ 6 മന്തിലായിരിക്കും. നെക്സ്റ്റ് സെം കംപ്ലീറ്റ് ചെയ്യുന്നത് അടുത്ത 6 മന്തിലായിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നാലാണ് 8 പേപ്പേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നത്, എക്സാം നിങ്ങൾ അപ്പിയർ ചെയ്യുന്നത് ഇയർലി വൈസ് ആണ്. After successful completion of course work and getting a pass grade in assignments, you are eligible fill exam form only for those courses. അതായത് നിങ്ങൾക്ക് എന്താണ് അസൈൻമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അസൈൻമെന്റ് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് മിനിമം 35% ഓഫ് മാർക്ക് കിട്ടണം. വൺസ് അതിൽ നിങ്ങൾ എലിജിബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിനേഷന്റെ ഫോം, TE എക്സാമിനേഷന്റെ ലിങ്ക് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഫിൽ ഇൻ ചെയ്യാം, നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാം. TE ഫോം നീഡ് ടു ബി ഫിൽഡ് ഓൺലൈൻ ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റി പറയും, അതിനുള്ളിൽ തന്നെ TEയുടെ ഫോം നിങ്ങൾ എന്ത് ചെയ്യണം, ഫിൽ ഇൻ ചെയ്ത് ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്രോക്സിമേറ്റ്ലി 31 മാർച്ച് ഫോർ ജൂൺ എക്സാം. ജൂൺ എക്സാമിന് എന്താണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ വരുന്നത് 31 മാർച്ച് ആണ്. ഡിസംബർ എക്സാമിന് 31 ഡിസംബർ ആണ്. അത് എക്സ്റ്റൻഷൻ വരാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വൺസ് TEയുടെ എക്സാമിനേഷൻ ഫോം ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അറ്റ് ദി ഏർലിയസ്റ്റ് നിങ്ങൾ അത് ഫിൽ ഇൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പാസ് മാർക്ക് ഫോർ, നേരത്തെ പറഞ്ഞ പോലെ ഓരോ അസൈൻമെന്റിലും നിങ്ങൾക്ക് മിനിമം 35% ഓഫ് മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞ പോലെ തന്നെ TEയിലും നിങ്ങൾക്ക് മിനിമം 35% ഓഫ് മാർക്ക് കിട്ടിയിരിക്കണം. ഓരോ പേപ്പറും 100 മാർക്കിലായിരിക്കും. 100 മാർക്കിൽ ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് എന്ത് കിട്ടണം, 35% ഓഫ് മാർക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത് വീണ്ടും അടുത്ത സൈക്കിളിൽ ആ സെയിം പേപ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, എക്സാം അപ്ലൈ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലോട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ്. ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം ഓഫ് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. 2 പാർട്ടുകളുണ്ട്. ഒന്നാമത്തെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് വാലുവേഷനും TEയുടെ എക്സാം വാലുവേഷൻ ആണ് വരുന്നത്. ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിനെ, നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടിയിരിക്കുന്നത് അതിനെ 100ലോട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അസൈൻമെന്റിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണോ ആ മാർക്കിനെ 30%ലോട്ടും കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിൽ TEയിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണോ അതിനെ 70%ലോട്ടും കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്സിനെ, അതായത് TEയിൽ കിട്ടിയിരിക്കുന്ന മാർക്കിനെയും TMAയിൽ കിട്ടിയിരിക്കുന്ന മാർക്കിനെയും ഔട്ട് ഓഫ് 100ലോട്ട് എത്തിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് TEയിൽ കിട്ടിയിരിക്കുന്ന മാർക്കിനെ 100ൽ കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണോ അതിനെ 70%ലോട്ട് കൺവേർട്ട് ചെയ്യും. അസൈൻമെന്റിൽ നിങ്ങൾക്ക് 100ൽ കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണോ അതിനെ 30%ലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഔട്ട് ഓഫ് 100ൽ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യും, ഡിസ്ക്ലോസ് ചെയ്യും. ഇനി ഗ്രേഡിംഗ് സിസ്റ്റം ആണ് പറയുന്നത്. ഇഗ്നോയ്ക്ക് എന്താണ് 10 പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് ഉള്ളത്. ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് ആയിക്കോട്ടെ, ടേം ആൻഡ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് 85 ഓർ മോർ ദാൻ 85 നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ആണെന്നുള്ളതും നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് 10 ആണ് വരിക. ഇൻ ബിറ്റ്വീൻ
75 മോർ ദാൻ 75 ഓർ ലെസ് ദാൻ 85 ആണെങ്കിൽ നിങ്ങൾ എ പ്ലസ് വരും, 9 ആണ് വരും, എക്സലന്റ് വരും. പിന്നെ മോർ ദാൻ 65 ടു 75 ആണെങ്കിൽ നിങ്ങൾ എന്ത് വരുന്നു, നിങ്ങൾക്ക് എ വരുന്നു. 55 to 65 ആണെങ്കിൽ നിങ്ങൾ ബി പോസിറ്റീവ്, 7. അങ്ങനെയാണ് നിങ്ങളുടെ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മിനിമം വേണ്ടത് 35 ആണ്. 35 to 40 മാർക്ക് നിങ്ങൾക്ക് വേണം. 35ന് മുകളിലോ 40യോ വേണം. 35 to 40 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി ഗ്രേഡ് ആണ്. ലെസ് ദാൻ 35 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അത് TMA ആയിക്കോട്ടെ TEയിലായിക്കോട്ടെ നിങ്ങൾ ഫെയിൽഡ് ആണ്. പിന്നെന്താ 0. അപ്പൊ അവിടെ നിങ്ങൾക്ക് 0 ആണ് വരിക. പിന്നെ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് അവിടെ കാണിക്കുക, ആബ്സെന്റ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അസൈൻമെന്റ് എന്താണെന്നുള്ളതും സ്നേഹ മാം പറഞ്ഞ പോലെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അതിനോടൊപ്പം തന്നെ എന്താ പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതെ, നമ്മള് സ്റ്റഡി സെന്റർ നമ്മള് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാല് അവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം പ്രാക്ടിക്കൽ എന്നുള്ള ഇതുണ്ടോ? കമ്പൽസറി ഇല്ല. അതിന് പ്രത്യേകിച്ച് മാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു അറ്റൻഡൻസ് എന്ന് പറയുന്ന ഫീച്ചർ വെക്കുന്നത് നിങ്ങളുടെ മാക്സിമം പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം പറ്റുന്ന സന്ദർഭങ്ങളിലാണെങ്കിൽ ആ ക്ലാസ്സുകൾ ഒഴിവാക്കാതിരിക്കുക ശ്രമിക്കുക. കാരണം അതിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ ബ്രീഫ് ഔട്ട് ചെയ്ത് തരും. അപ്പൊ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് മാക്സിമം ഇപ്പൊ ഈ ഓൺലൈൻ ഇപ്പൊ ഈ ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ അവർ വെക്കുന്നത് നിങ്ങളുടെ കൺവീനിയൻസ് നോക്കിയിട്ടാണല്ലോ വെക്കുന്നത്. അപ്പൊ ഇവിടെ കമ്പൽസറി അവർക്ക് നിങ്ങളോട് പറയാനായിട്ട് പറ്റില്ല. അവരിങ്ങനെ ഇൻഫോം ചെയ്യും. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ പുറത്താണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. അറിയാം. അത് പറ്റുമെന്നൊരു സന്ദർഭമാണെങ്കിൽ മാത്രം നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ കുഴപ്പമില്ല. അത് വിചാരിച്ച് ഞാൻ അങ്ങനെ പറയാനായിട്ടുള്ള കാര്യം, പലരും പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിലും ഒന്നും അങ്ങനെ പോവില്ല, സ്റ്റഡി സെന്ററിലേക്ക് ഒന്നും പോവുക അല്ലെങ്കിൽ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനോ ശ്രദ്ധിക്കില്ല. അപ്പോ അത് കാരണം കൊണ്ടാണ് മാക്സിമം വൺസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്ററിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിലാണ്, നിങ്ങൾക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇഷ്യൂസുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമ്മള് ഫസ്റ്റ് സെമ്മിൽ 4 പേപ്പർ പഠിക്കുന്നു, നെക്സ്റ്റ് സെമ്മിൽ 4 പേപ്പർ പഠിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച 4 പേപ്പർ നമുക്ക് ഓർമ്മയിൽ കാണും. അത് നമ്മൾ റിവൈസ് ചെയ്യണം. നമുക്കൊരു വർഷത്തേക്ക് ഇപ്പൊ നമ്മളിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എവിടെയായിട്ട് നമുക്ക് 8 പേപ്പർ പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ അത് റിവൈസ് ചെയ്യൂല എക്സാമിന്റെ സമയത്ത്. നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാലേ നമ്മൾ 8 പേപ്പറും ഒരേ ടൈമിൽ പഠിക്കുന്നതെന്നാ എനിക്ക് പറഞ്ഞത്. അതാ ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം. 8 പേപ്പർ അറ്റ് എ ടൈം നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ എല്ലാവരും വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു മാസം തന്നെ അല്ലെങ്കിൽ 4 മാസം കൊണ്ട് 8 പേപ്പർ റൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേർക്ക് പഠിക്കാനായിട്ട് സാധിക്കും? പിന്നെ അത് മാത്രമല്ല, യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ചെയ്തിരിക്കുന്നതും ആദ്യത്തെ 4 മാസത്തേക്ക് ഒരു സബ്ജക്ട്, 4 സബ്ജക്ട്, ആദ്യത്തെ 6 മാസത്തേക്ക് 4 സബ്ജക്ട്, അത് കഴിഞ്ഞതിന് ശേഷം 4 സബ്ജക്ട്. അപ്പൊ ഈ നിങ്ങൾ നല്ല രീതിയിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഒരു സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. പലരും വർക്കിംഗ് ആണ്, പലരും ഡിഫറെന്റ് ഫീൽഡാണ്. അറ്റ് എ ടൈം നമ്മൾ 8 സബ്ജക്റ്റുകളും ഇങ്ങനെ ഷഫിൾ ചെയ്ത് പോകാൻ വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും പഠിക്കലുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓരോ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ ശേഷം അടുത്ത സബ്ജക്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ തറവായിട്ട് നമ്മൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ എക്സാമിന്റെ സമയമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ പേപ്പേഴ്സും റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് 1 ഇയർ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ MBA അല്ലെങ്കിൽ അവരൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ 6 മാസം കൊണ്ടാണ് അവർ 7 സബ്ജക്ട്സ് പഠിച്ചെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു റിവിഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ടൂൾ യൂണിവേഴ്സിറ്റി ചെയ്തിരിക്കുന്നത്. അസൈൻമെന്റ് എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾ 8 സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യുന്നത്. അടുത്ത ടൈമിലേക്ക് എക്സാം എഴുതാൻ നേരത്തെ വീണ്ടും അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യണം. നോർമലി അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ടും കൂടി അസൈൻമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ടും കൂടി നിങ്ങൾ കൺഫേം ചെയ്യണം. ഞാനിങ്ങനെ അസൈൻമെന്റിൽ പാസ് ആയിട്ടുണ്ട്, എക്സാം ഫെയിൽ ആയിട്ട് നോർമലി എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ജസ്റ്റ് ഫോർ കൺഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി സെന്റർ ആയിട്ടും കൂടി ജസ്റ്റ് നിങ്ങൾ ചോദിക്കണം. അസൈൻമെന്റിന്റെ കാര്യത്തിൽ ഫൈനൽ തീരുമാനം അല്ലെങ്കിൽ ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് സ്റ്റഡി സെന്റർ ആണ്. നമ്മുടെ വാല്യുവേഷൻ രീതിയൊക്കെ എങ്ങനെയായിരിക്കും? ലിബറൽ ആയിരിക്കും?
വാലുവേഷൻ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് എല്ലാവരോടും ഓൾറെഡി എല്ലാ സ്റ്റഡീസ് എല്ലാ യൂണിവേഴ്സിറ്റീസുകളായാലും അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള വാലുവേഷൻ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഇഗ്നോനെ നിങ്ങൾ ഒരിക്കലും കാണാനായിട്ട് ശ്രമിക്കരുത്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള സിലബസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി നിങ്ങൾ ഒരു 1 hour എങ്കിലും പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. കാരണം ഇഗ്നോ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് ഇത്രയും കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ആ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് എഴുതുന്ന എല്ലാവരും അവർ പാസ്സാക്കണം എന്നുള്ള യാതൊരുവിധ നിർബന്ധവും. അപ്പൊ അത്രയും മോശപ്പെട്ട രീതിയിൽ എക്സാം എഴുതുന്നവർ അവർ ഫെയിൽ ആക്കും. ചില മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്തെങ്കിലും എഴുതി വെച്ച് അവർ പാസ്സാക്കി വിടുന്നവരുണ്ടായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളതും പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് മിനിറ്റുള്ള പ്രിപ്പറേഷൻ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാഡം, അതെ, ഈ അസൈൻമെന്റ്സ് ഏത് മാസമായിരിക്കും സബ്മിറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഡിസംബറിലാണല്ലോ നിങ്ങൾക്ക് എക്സാം വരുന്നത്. അതായത് ജാനുവരി ബാച്ച് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഡിസംബറിൽ എക്സാം വരുമ്പോ ഒരു ഒക്ടോബർ നവംബറോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും? സബ്മിഷൻ വരും. സെപ്റ്റംബർ 31 ഒക്കെയാണ് യൂണിവേഴ്സിറ്റി പറയുന്ന ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് വരിക. യൂണിവേഴ്സിറ്റി അത് പറഞ്ഞിരിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ സ്റ്റഡി സെന്റേഴ്സിന്റെ ഭാഗത്തുനിന്നും മേ ബി എക്സ്റ്റൻഷൻസ് ലഭിക്കാം. അപ്പോ ഈ പറഞ്ഞ പോലെ ഒക്ടോബർ നവംബറിലേക്കൊക്കെ എക്സ്റ്റൻഷൻ വരാം. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ അസൈൻമെന്റിന്റെ കാര്യത്തില് നിങ്ങൾ എപ്പോഴും സ്റ്റഡി സെന്റർ ആയിട്ടൊരു കീപ്പ് ഇൻ ടച്ച് നിങ്ങൾ ഉണ്ടായിരിക്കണം. അസൈൻമെന്റിന്റെ കാര്യത്തിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഒക്കെ കോമൺ ആയിട്ട് ഇപ്പൊ ഈ എ എന്ന് പറയുന്ന സ്റ്റഡി സെന്ററിൽ സെപ്റ്റംബർ 30 സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് തന്നെയായിരിക്കണം ഇല്ല ബി എന്ന് പറയുന്ന സ്റ്റഡി സെന്ററിൽ. അപ്പൊ നമ്മൾ അവരായിട്ട് കണക്ട് ചെയ്യുക. അത് ചില സ്റ്റഡി സെന്ററിൽ ചിലപ്പോൾ നവംബറിൽ സബ്മിറ്റ് ചെയ്താന്ന് പറയും. അത് കേട്ടിട്ട് നമ്മൾ ഇവിടെ ഇരിക്കരുത്. നമ്മൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ എന്താണോ പറയണത് അത് അവരായിട്ട് നമ്മൾ ചോദിക്കണം. നോർമലി ഡിസംബറിൽ എക്സാം ചെയ്യുന്നവർക്ക് സെപ്റ്റംബറോട് കൂടിയിട്ടാണ് സബ്മിഷൻ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതേപോലെ ലാസ്റ്റ് ഈ അഡ്മിഷൻ പ്രോസസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അസൈൻമെന്റിനും ടൈം കൂട്ടിക്കൊടുക്കാറുണ്ട് സ്റ്റഡി സെന്റേഴ്സ്. അതുപോലെ ഫസ്റ്റ് ഇയറിൽ ഒന്നിച്ച് എക്സാം എഴുതുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. സെം ബേസ് അല്ല ഫസ്റ്റ് ഇയർ. അപ്പൊ സെക്കൻഡ് ഇയറിലോ അതൊന്ന് സെം ബേസ് എഴുതാൻ പറ്റുമോ? സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം. കാരണം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം 1 ഇയറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെം ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അഡ്മിഷൻ എടുത്ത് നിങ്ങൾ 1 ഇയർ എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഒരു 6 മാസം കൂടുമ്പോൾ എക്സാം എഴുതാം എന്നുള്ള രീതി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഞങ്ങൾ ഭാഗത്ത് നിങ്ങൾ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ 1 ഇയർ എന്താ വെച്ച് കഴിഞ്ഞാൽ 6 മാസം കൂടെ എക്സാം എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ അസൈൻമെന്റ് എഴുതാൻ നിൽക്കണം, 6 മാസം കൂടുമ്പോൾ എക്സാമിന് പഠിക്കാൻ നിൽക്കണം. ഒരു ഹെക്ടിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പോ ശരിക്കും ഒരു 1 ഇയർ സ്ട്രക്ചറിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവാനും 3 വർഷം കൊണ്ട് തന്നെ എക്സാം മീൻസ് ബികോം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. സ്റ്റഡി സെന്ററിന്റെ ഇതൊക്കെ മാം ഇമെയിൽ വഴിയാണോ വരുന്നത്? സ്റ്റഡി സെന്ററിന്റെ എന്താണ്? അവിടെ നിന്നുള്ള ഇതൊക്കെ നമുക്ക് അസൈൻമെന്റ് ഇതൊക്കെ മെയിൽ വഴിയാണോ വരുന്നത്? അങ്ങനെയൊന്നും ഇമെയിൽ വഴി അവർ നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാറായ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണെന്നും പറഞ്ഞൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് വരില്ല. നിങ്ങൾ വൺസ് സ്റ്റഡി സെന്റർ ആയിട്ട് നിങ്ങൾ സ്റ്റഡി സെന്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി ആപ്ലിക്കബിൾ ആയിട്ടുള്ള അസൈൻമെന്റ് നിങ്ങൾക്ക് അയച്ചു തരും. പക്ഷെ അത് എഴുതുന്നതിന് മുമ്പ് നിങ്ങളാണ് സ്റ്റഡി സെന്റർ ആയിട്ടൊന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. എഴുതി തുടങ്ങാമോ, അല്ലെങ്കിൽ ഇത് തന്നെയാണോ ഇപ്പൊ റിലീസ് ചെയ്തിട്ടുള്ള പേപ്പർ തന്നെയാണോ ഞങ്ങൾക്ക് എഴുതാനുള്ളത് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് അവിടെ വിളിച്ച് കൺഫേം ചെയ്യണം. വളരെ റെയർ ആയിട്ട് മാത്രമേ ചില സ്റ്റഡി സെന്റേഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഗ്രൂപ്പിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇൻസ്ട്രക്ഷൻസും ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷനും അപ്പുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കൊടുക്കും. പക്ഷെ അത് വളരെ റെയർ ആണ്. അത് വിചാരിച്ചിട്ട് എല്ലാ സ്റ്റഡി സെന്റേഴ്സും അങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധവും ഇല്ല. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിനെ അസൈൻമെന്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അല്ല, ഈ അസൈൻമെന്റ് എഴുതി വെച്ചാൽ മാത്രമാണോ എക്സാം എഴുതാൻ പറ്റുള്ളൂ? അതെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അസൈൻമെന്റിന് നിങ്ങൾക്ക് എക്സാമിനോളം പ്രാധാന്യമുണ്ട്. അസൈൻമെന്റ് എഴുതാതെ നിങ്ങൾക്ക് എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്താ നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ സ്റ്റഡി സെന്റർ ആയിട്ട് തന്നെ നിങ്ങൾ ചോദിക്കണം. ഞാനിങ്ങനെ എക്സാം എഴുതാതെ എനിക്ക് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിക്കണം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ, അസൈൻമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കണക്ട് ചെയ്യേണ്ടത് സ്റ്റഡി സെന്റർ ആണ്. നമ്മുടെ ഭാഗത്തുനിന്ന്
നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്ക് വേണ്ട ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുകൾ തരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ടും കൂടി ചെയ്യണം. അസൈൻമെന്റ് നമ്മൾ പറഞ്ഞോളൂ, ലേൺവേസ് എന്ന് പറയുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് അവൈലബിൾ ആക്കുക, റീസെന്റ് ആയിട്ടുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക എന്നുള്ളതാണ്. പക്ഷെ അസൈൻമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അസൈൻമെന്റ് എഴുതാതെ എക്സാം എഴുതാനായിട്ട് സ്റ്റഡി സെന്റേഴ്സ് അലൗ ചെയ്യാറില്ല. നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാനും പറ്റില്ല. ഫെയിൽ ആയി എന്നുകൊണ്ടേ കാണിക്കുള്ളൂ. ഓക്കെ മാം, നമുക്കൊരു ഏകദേശ ഐഡിയ ഇവർക്കായി കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി ഇത് അസൈൻമെന്റ്സ് ഒക്കെ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് എന്തുവാണേലും നിങ്ങൾക്ക് പിന്നെ ഡൗട്ട്സ് വരും. ആ സമയം നമ്മളുടെ കറന്റ് മെന്റേഴ്സ് ഒന്നുകൂടി നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു ഏകദേശ ഐഡിയ ഒന്നുകൂടെ പറയും. ഒന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്തും പിന്നെ ഫ്രണ്ട് പേജും അസസ്മെന്റ് ഷീറ്റും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ബാക്കി എല്ലാ സംശയങ്ങളും അതാത് സമയത്ത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ആക്ഷൻ ടാസ്ക് കൂടെ പറയാം. അതെ. അപ്പൊ ഇനി ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുക. വൺസ് അസൈൻമെന്റ് എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക സ്റ്റഡി സെന്റർ ആയിട്ടും കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഏകദേശം എല്ലാത്തിനെയും കുറിച്ച് ധാരണയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സ്റ്റാമം വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ സെഷനും കഴിയുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ആക്ഷൻ ടാസ്ക് ഷെയർ ചെയ്ത പോലെ തന്നെ ഈ സെഷനിൽ നിങ്ങൾക്ക് എന്താണ് ആക്ഷൻ ടാസ്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ടൈം പീരീഡിനുള്ളിൽ ഫില്ലിൻ ചെയ്ത് നിങ്ങളുടെ അതാത് മെന്റേഴ്സിന് അത് അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നിർബന്ധമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത്രയും കീനായിട്ടിരുന്ന് കേട്ടിട്ടുള്ള സെഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അത് നിശ്ചിത സമയത്തിനുള്ളിൽ ഫില്ലിൻ ചെയ്ത് മെന്റേഴ്സിന് അയച്ചു കൊടുക്കുക. അപ്പോ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആക്ഷൻ ടാസ്ക് പ്രകാരം ഇമാജിൻ ദാറ്റ് യു ആർ ദ ക്ലാസ് ടീച്ചർ ഓഫ് ബികോം ബാച്ചിന്റെ ക്ലാസ് ടീച്ചർ ആണ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. പ്രിപ്പയർ എ ഗുഡ് പ്ലാൻ ഓർ ടൈം ടേബിൾ ഓഫ് ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് ഓഫ് യുവർ സ്റ്റുഡൻസ് ഇൻ ഓർഡർ ടു മേക്ക് ദയർ സ്റ്റഡീസ് ബെറ്റർ. നിങ്ങൾക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്? ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 8 സബ്ജക്ട്സ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് നിങ്ങളൊരു ഗുഡ് പ്ലാൻ അല്ലെങ്കിൽ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഉപകാരമാണ്. ഈ 8 സബ്ജക്ട്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് നാളെ ഇപ്പൊ ഓരോ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഓർഗനൈസ് ചെയ്യാണ്, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പൊ അത് ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെൻഷൻ ദ ബികോം ഫസ്റ്റ് ഇയർ സബ്ജക്ട്. ബികോമിന്റെ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റുകൾ ആദ്യം ഒന്ന് മെൻഷൻ ചെയ്യണം. ഓരോ സബ്ജക്റ്റിന് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ടൈം എത്രയാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. ആൻഡ് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഐഡിയാസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ടെക്നിക്സോട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? സ്റ്റുഡന്റിന് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. അപ്പൊ സ്റ്റുഡന്റിന് സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സജസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ചെയ്യുക. അത് നിങ്ങളുടേതായിട്ടുള്ള ഇനി വരുന്ന പഠനത്തിലും നിങ്ങളത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മീറ്റ് ചെയ്തു, നിങ്ങൾ ഇഗ്നോ സ്റ്റഡി സെന്റർ ഇഗ്നോനെ കുറിച്ച് അറിഞ്ഞു. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പഠിക്കാനുള്ള വിഷയങ്ങളെ കുറിച്ച് അറിഞ്ഞു. ആ പഠിക്കാനുള്ള വിഷയങ്ങൾ അറിഞ്ഞതിനോടൊപ്പം തന്നെ നിന്ന് തന്നിരിക്കുന്ന ആക്ഷൻ ടാസ്ക് എങ്ങനെ ഈ വിഷയങ്ങൾ പഠിക്കാനായിട്ട് ഒരു വർഷത്തേക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആ പ്ലാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് ആയിട്ട് തരുമ്പോൾ അതിനെ നിങ്ങളുടെ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ആക്ഷൻ ടാസ്ക് അല്ലേ, അതെന്തെങ്കിലും കാണിച്ച് അയച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിൽ സൂക്ഷിക്കുക.